പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിനായി ഒരുമിച്ച് കൂടുവാൻ ദൈവം സഹായിച്ചുവല്ലോ. ഇതിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സ്വർഗം സഹായിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമുക്കറിയാം, നാട്ടിലത്തെ കൺവെൻഷൻ സീസണാണ്. എങ്കിലും ഇത്രയും പേർക്കൊക്കെ ജോയിൻ ചെയ്യുവാൻ നിങ്ങൾ കാണിക്കുന്ന എല്ലാ സന്മനസ്സിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഇന്നത്തെ ക്ലാസ് എടുക്കുന്ന കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ഷാജൻ പാറക്കടവിലാണ്. ദൈവം തന്നെ ശക്തമായി ഉപയോഗിക്കാൻ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്നത്തെ ക്ലാസ്സിനെ ഓർത്ത് എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, അണിയിക്കപ്പെട്ട നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്യുന്ന വീടപ്പറ്റ പാതപീഠത്തിൽ കർത്താവ് വിവിധയിടങ്ങളിലിരുന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ കർത്താവ് ദൈവജന പഠനത്തിന് വേണ്ടി അടിയങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ സർവശക്തിയുള്ള ദൈവമേ, അങ്ങയുടെ മാറ്റമില്ലാത്ത അങ്ങയുടെ ശക്തിയേറിയ വചനം കർത്താവെ അവിടുത്തെ അഭിഷിക്തദാസനിലൂടെ കർത്താവ് പുറത്തു വരുവാൻ പഠിപ്പിക്കുന്ന വേദഭാഗങ്ങളെല്ലാം കർത്താവെ അതിൻ്റെ ആത്മിക മർമ്മങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവെ ആഴത്തിൽ ഹല്ലേലൂയ ഹൃദയത്തിൽ അത് പതിപ്പാൻ തക്കണം പരിശുദ്ധാത്മാവ് ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്ലാസ് എടുക്കുന്ന കർത്തൃദാസനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ അലുബാസിനായി ഷാജി പാസിനായി കർത്താവെ, ഇന്ന് ഈ ഹല്ലേലൂയ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവെ അങ്ങയുടെ കൃപയിൽ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അത് ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി വിടുതലായി തീരുവാൻ അനേകർക്ക് ഇത് പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ചെല്ലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുസനെ താഴ്മയോടെ ഞങ്ങളായിരിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകല മഹത്വവും മാനവും പുകഴ്ചയും കർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ക്ഷണിക്കുന്നു. ഒപ്പം തന്നെ കർത്താവ് സഹായിച്ചാൽ ഇന്ന് ഞാൻ നാട്ടിലേക്ക് യാത്ര ചെയ്യുകയാണ്. അതുകൊണ്ട് അല്പമായ തിരക്കുണ്ട്. അവസാനം കർത്താവിന്റെ ദാസൻ തന്നെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. ദൈവം സഹായിച്ചാൽ ഞങ്ങൾ ഓർപ്പിച്ചതുപോലെ 29 നമ്മുടെ ഒരു ഗെറ്റ് ടുഗദർ കോട്ടയത്ത് വെച്ച് നടക്കുന്നു. കൂടാതെ എൻ്റെ മകന്റെ വിവാഹം 31 നടക്കുന്നു. നിങ്ങളെല്ലാവരും ഇതിലൊക്കെ വന്ന് സംബന്ധിക്കണം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവ് സഹായിച്ചാൽ പാസ്റ്റർ ഷാജി കെ ഡാനിയേലും കടന്നു വരുന്നുണ്ട്. പാസ്റ്റർ ജെഫ്രി ജേക്കബ് ഒക്കെ കടന്നു വരുന്നുണ്ട്. ദൈവം സഹായിച്ചാൽ നമുക്ക് എല്ലാവരെയും കാണാമെന്ന് വിശ്വസിക്കുന്നു. തുടർന്നുള്ള ക്ലാസ്സിനായി എനിക്കൊന്ന് ഇന്നോട്ട് പുതിയ സബ്ജക്റ്റ് അല്ലേ സാറേ? ഓക്കെ. ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കർത്താവിന്റെ ദാസനെ ശക്തമായി ഉപയോഗിച്ചു. ഇന്ന് മുതൽ താൻ ഒരു പുതിയ സബ്ജക്റ്റുമായിട്ടാണ് നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ദൈവം തന്നെ ശക്തമായി ഉപയോഗിക്കട്ടെ, സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സന്നിധരായിരിക്കുന്ന ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് ഈ ക്ലാസ് ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ലാലു ജേക്കബ് അവർകൾ, മറ്റ് പ്രിയമുള്ളവർ, ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ പ്രത്യേകാൽ വന്ദനം അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ വിജയകരമായി നമുക്കൊരു സബ്ജക്റ്റ് പൂർത്തീകരിക്കാൻ സാധിച്ചു. അതിന്റെ ബഹുഭൂരിപക്ഷം നോട്ടുകൾക്ക് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്നാൽ ചില ആളുകൾ എന്നെ അറിയിച്ചനുസരിച്ച് ചില ക്ലാസ്സുകൾ, ചില നോട്ടുകൾ കൂടി നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് എന്നുള്ള കാര്യം അറിയിക്കുന്നു. ദൈവം നമ്മൾ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ ഒരു അസൈൻമെന്റ് നിങ്ങൾ എഴുതണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ എനിക്ക് അതിന് വിശദീകരണം പറയാൻ പറ്റിയില്ല, കാരണം ഞാൻ അല്പം തിരക്കിലായിരുന്നു. എന്നാൽ അത് ഞാൻ എൻ്റെ വാക്കിനെ പരിഗണിച്ച് കർത്താവിന്റെ ദാസൻ പ്രിയ ജോയ്ക്കുട്ടി പാസ്റ്റർ ജോയ്ക്കുട്ടി അത് എനിക്കത് അയച്ചു തന്നിരുന്നു തന്നെ വിശദീകരണങ്ങൾ. ഞാൻ നാളെ രാവിലെ അതിന്റെ വിശദീകരണം ഇടാം. നിങ്ങളും എൻ്റെ അസൈൻമെന്റ് ഒന്ന് സബ്മിറ്റ് ചെയ്യുക. എൻ്റെ പേഴ്സണൽ നമ്പറിലേക്ക് അയക്കുക. നിങ്ങളുടെ ഒരു അവലോകനമാണ്. നമ്മൾ പഠിച്ച സബ്ജക്റ്റിന്റെ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്നുള്ളതിന്റെ ഒരു അവലോകനമാണ് എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ആ വിലപ്പെട്ട അഭിപ്രായങ്ങളും അസൈൻമെന്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരു ചുരുങ്ങിയ സമയമാണ് ഇനിയുള്ളത് ഗ്രാജുവേഷനിലേക്ക്, അല്ലെങ്കിൽ ഒരു വർഷം ഈ കോഴ്സ് അവസാനിപ്പിക്കുമ്പോൾ അതിനു മുമ്പ് ഒരു ചുരുങ്ങിയ സമയമാണ് നമുക്കുള്ളത്. ആ സമയത്തിനുള്ളിൽ മറ്റൊരു സബ്ജക്റ്റ് കൂടി നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട, അല്ലെങ്കിൽ നിങ്ങൾ ഈ പഠനത്തിനുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ്.
ഹൊമലിറ്റിക്സ് അഥവാ പ്രസംഗശാസ്ത്രം. ഹൊമലിറ്റിക്സ് അഥവാ പ്രസംഗശാസ്ത്രം. ഹൊമലിറ്റിക്സ് എന്ന വാക്ക് HOMILETICS HOMILETICS ഹൊമലിറ്റിക്സ്. ഹൊമലിറ്റിക്സ് അഥവാ പ്രസംഗശാസ്ത്രം. നമ്മുടെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യം, ആഗ്രഹം നമുക്ക് എഴുന്നേറ്റ് നിന്ന് തെറ്റുകൂടാതെ ദൈവത്തിന്റെ വചനം പങ്കുവെക്കണം, പറയണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാം ആഗ്രഹം. അതാണ് ഈ പഠനത്തിൽ വചനം അറിയുക എന്ന ഒരു പ്രഖ്യാപിത ലക്ഷ്യം ഉണ്ട് എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. ഒപ്പം തന്നെ നമുക്കും രണ്ടു വാക്ക് പറഞ്ഞാൽ കൊള്ളാം, അല്ലെങ്കിൽ പറയണം എന്ന ഒരു വലിയ അദമ്യമായ ആഗ്രഹമാണ് ഈ വചനം പഠിക്കുവാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ല എങ്കിൽ പോലും നമുക്ക് നന്നായി പ്രസംഗിക്കുവാൻ, അല്ലെങ്കിൽ ഈ ഒരു ദൈവത്തിന്റെ വചനം മാത്രമല്ല, ഒരു വിഷയം നന്നായി അവതരിപ്പിക്കുവാൻ ഒരു സദസ്സിന്റെ മുമ്പിൽ, ഒരു കൂട്ടം ആളുകളുടെ മുമ്പിൽ നമുക്ക് നന്നായി അവതരിപ്പിക്കുവാൻ നാം എന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള വിശദീകരണമാണ്. അതിന്റെ ഒരു ശാസ്ത്രീയ പഠനമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ കൂടി മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എല്ലാവരും ഞാൻ നോട്ട് തരുന്നതായിരിക്കും, എങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, ഫുട് നോട്ടൊക്കെ എഴുതിയെടുക്കാം. നമുക്കറിയാം, പ്രസംഗം ഒരു കലയാണ്. ആരെയും ആവേശഭരിതമാക്കുവാൻ കഴിവുള്ള ഒരു കല. മനുഷ്യ മനസ്സിനെ ഉണർത്താനും ഉത്തേജിപ്പിക്കാനും ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കുവാനും പ്രസംഗത്തിനാണ് കഴിയുക. ആശയവിനിമയത്തിന് വേണ്ടി നമ്മൾ സ്വീകരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട മാർഗങ്ങൾ, ഒന്ന് എഴുത്തും പറച്ചിലുമാണ്. അഥവാ വാമൊഴിയായും വരമൊഴിയായും നമുക്ക് ആശയങ്ങൾ സംവേദനം നടത്താൻ കഴിയും. ഇതാണ് ആശയങ്ങൾ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാൻ, ഒരു സമൂഹത്തോടാകട്ടെ ഒരു വ്യക്തിയോടാകട്ടെ നമുക്ക് ആശയങ്ങൾ പങ്കുവയ്ക്കുവാൻ രണ്ട് മാർഗമാണുള്ളത്. ഒന്ന് വാമൊഴിയായി പറയുക, അല്ലെങ്കിൽ വരമൊഴിയായി പറയുക, അല്ലെങ്കിൽ എഴുത്തിലൂടെയും പറച്ചിലൂടെയുമാണ് പറയുക. അപ്പം എഴുത്ത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ, പറച്ചിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഏതൊരു വ്യക്തിയുടെയും ഹൃദയത്തിൽ അല്ലെങ്കിൽ അവന്റെ മനസ്സിൽ ഉരുത്തിരിയുന്ന ഏറെ പ്രസക്തമായ ആശയങ്ങൾ അവൻ സ്വയം ഉണ്ടാക്കുകയോ മറ്റുള്ളവരിൽ നിന്നും കടമെടുക്കുകയോ എഴുത്തിലൂടെയോ വായനയിലൂടെയോ അല്ലെങ്കിൽ കേൾവിയിലൂടെയോ ഒക്കെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന, മനസ്സിൽ ഉറയ്ക്കുന്ന, ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന ആശയങ്ങളെ വാചോടാപമായിട്ട് അല്ലെങ്കിൽ വാക്കുകളിലൂടെ പരാവർത്തനം ചെയ്യുക, പങ്കുവെക്കുക, അതാണ് പ്രസംഗം എന്ന കല നടത്തുന്നത്. ഞാൻ പറഞ്ഞു, പ്രസംഗം ഒരു കലയാണ്. സാഹിത്യകാരനായിരിക്കുന്ന ലിയോ ടോൾസ്റ്റോയി ഒരിക്കൽ താൻ പറഞ്ഞിങ്ങനെയാണ്: എല്ലാ കലയുടെയും ലക്ഷ്യം മനുഷ്യന്റെ മനസ്സിലെ നന്മകളെ ഉണർത്തുകയും ഉയർത്തുകയും ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ പ്രസംഗ കലയുടെയും ലക്ഷ്യം അതൊക്കെ തന്നെയാണ്. എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് അതിലേക്ക് പ്രവേശിക്കാം. ശ്രദ്ധിക്കാം, നമ്മുടെ പ്രസംഗമൊക്കെ നമുക്ക് പിന്നീട് അവലോകനം ചെയ്യാം. ഇതൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ സ്വയം അവലോകനം ചെയ്യാം. ഇന്ന് നടക്കുന്ന പ്രസംഗമൊക്കെ എന്താ എന്നൊക്കെ ശ്രദ്ധിക്കുക. എന്നാണ് ഈ പ്രസംഗ കല ഒരു ശാസ്ത്രീയ കലയായിട്ടോ അല്ലെങ്കിൽ രൂപമായിട്ടോ രൂപം പ്രാപിച്ചത്? അഥവാ ഇതൊരു ജനകീയ കലയാണ്. പ്രഭാഷണം എന്ന് പറയുന്നത്, പ്രസംഗം എന്ന് പറയുന്നത് ഒരു ജനകീയ കലയാണ്. അങ്ങനെയാണെങ്കിൽ താത്വികപരമായിട്ട് ഈ ജനകീയ കലയ്ക്ക് അടിസ്ഥാനം എന്നാണ്, ആരംഭം എന്താണ് കുറിച്ചത്? നമുക്കറിയാം, ക്രിസ്തുവിന് മുമ്പ് 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന, ലോകത്തിന്റെ നെറുകയിൽ തത്വപരമായ ചിന്തകൾ കൊണ്ട് വലിയ സിംഹാസനങ്ങൾ പണിതിട്ടുള്ള ഗ്രീക്കുകാർ, യവനായക്കാരൻ, അവരാണ് വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള ആശയങ്ങളെ ക്രോഡീകരിച്ച് അതിന് കൃത്യമായ അളവും തൂക്കവും ഒക്കെ നിർണയിച്ച്
തങ്ങളുടെ മനസ്സിലുള്ള ആശയങ്ങളെ കൃത്യമായി മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ, വിനിമയം നടത്താൻ, ക്രയവിക്രയം നടത്താൻ, കൊടുക്കുകയും വാങ്ങുകയും ചെയ്യത്തക്ക നിലയിൽ വിൽക്കുവാൻ ഒരു 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 ക്രമീകൃതമായി രൂപം ഉണ്ടാക്കിയെടുത്തവരാണ്. പ്രാചീന തത്വചിന്തകനായിരിക്കുന്ന സോക്രട്ടീസ് തന്നെ പ്രസംഗകല അഭ്യസിപ്പിച്ച അസ്പാസിയ എന്ന മഹതിയുടെ പേര്, അസ്പാസിയ എഴുതണം, അസ്പാസിയ എന്ന മഹതിയുടെ പേര് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. തന്റെ ശിഷ്യനായ പ്ലേറ്റോ വലിയ പ്രാസംഗികനായിരുന്നു. അതിനുശേഷം തന്റെ ശിഷ്യനായി വന്ന അരിസ്റ്റോട്ടിൽ വലിയ പ്രഭാഷകനായിരുന്നു. അപ്പം വാസ്തവത്തിൽ പ്ലേറ്റോയുടെ ശിഷ്യനായ അരിസ്റ്റോട്ടിലാണ് പ്രസംഗകലയുടെ പ്രഥമ ആചാര്യനായി ലോകം പരിഗണിക്കുന്നത്. നാം ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട് അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പൊതുവായിട്ട് പ്രസംഗകലയെ സംബന്ധിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. സോക്രട്ടീസിന്റെ ശിഷ്യനായി അരിസ്റ്റോട്ടിലാണ് പ്രസംഗകലയുടെ പ്രഥമ ആചാര്യനായിട്ട് അംഗീകരിക്കപ്പെട്ടത്. അദ്ദേഹം എഴുതിയ റട്ടറിക് സ്പെല്ലിംഗ് RHETORIC റട്ടറിക് എന്ന കൃതി പ്രഭാഷണ കലയുടെ ആധികാരിക ഗ്രന്ഥമായി വാഴ്ത്തപ്പെട്ടിട്ടുണ്ട്. പിന്നീട് പ്രസംഗകലയുടെ പിതാവായി പരിഗണിക്കപ്പെട്ടത് ഡെമസ്തീസിൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അപ്പം ഈ ലോക ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ പ്രസംഗകലയുടെ മർമ്മമറിഞ്ഞ പ്രതിഭാശാലികളെ നമുക്ക് കണ്ടെത്താൻ കഴിയും. വാക്കിനെ വാളാക്കി പടനയിച്ച പോരാളികൾ, എത്രയോ വ്യക്തിത്വങ്ങൾ ലോക ചരിത്രത്തിൽ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എല്ലാം ഞാൻ പറഞ്ഞ സമയം അങ്ങനെ കളയുന്നില്ല. നമ്മുടെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എത്രയോ ആളുകൾ അഹിംസ എന്ന സമരായുധം കൊണ്ട്, ആശയങ്ങൾ കൊണ്ട് ജനത്തെ ഉദ്ബോധിപ്പിച്ച് വൈദേശിക ആധിപത്യത്തിൽ നിന്നും ഭാരതത്തെ മോചിപ്പിച്ച ഗാന്ധിജി മുതൽ പഠിച്ചു വന്നു കഴിഞ്ഞാൽ സ്വാമി വിവേകാനന്ദൻ, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, രാജേന്ദ്ര പ്രസാദ്, എസ് രാധാകൃഷ്ണൻ തുടങ്ങിയ എത്രയോ പേര് ഈ പ്രഭാഷണ കലയുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇന്ന് നമ്മുടെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എത്രയോ പേര്, പ്രത്യേകിച്ച് നമുക്കറിയാം ആശയവിനിമയത്തിനും വാക്ചാതുര്യം വലിയ 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 ആവശ്യകത ഉള്ള ഒന്നാണ്. ഏറ്റവും നന്നായി നല്ല ഭാഷ ഉപയോഗിക്കുക, ജനത്തെ ആ ഭാഷ കൊണ്ട് അവരെ തൃപ്തിപ്പെടുത്താൻ കഴിയുക, അവരെ ഉണർത്താൻ കഴിയുക, അവരെ ഉദ്ബോധിപ്പിക്കാൻ കഴിയുക, അവകാശങ്ങളെ കുറിച്ച് അവരെ ബോധിപ്പിച്ച് അവരെ സജ്ജരാക്കുക, നഷ്ടപ്പെട്ടു പോയ എന്തോ നേടാൻ ഉള്ള ശ്രമത്തിന്റെ ഭാഗമായി അവരെ ഒരു പോരാളിയായി അവരെ ഒരുക്കിയെടുക്കുക. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് വാസ്തവത്തിൽ പ്രഭാഷണ കലയ്ക്ക് ഉള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ലോകത്തിലെ ഏതൊരു ആളുകളും സംഘടിച്ചിട്ടുള്ളതും ഏതൊരു വ്യക്തിയും ഒന്നായി സജ്ജമായിട്ട് ഒന്നിച്ച് സമരം ചെയ്തതുമൊക്കെ ഈ ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങൾ അല്ലെങ്കിൽ പ്രസംഗങ്ങളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും ഉദ്ബോധനങ്ങളിലൂടെയും ഒക്കെയാണ്. ഈ ശ്രദ്ധിച്ചേ, നിങ്ങള് നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് പ്രഭാഷകരെ കണ്ടിട്ടുണ്ട്. സുകുമാർ അഴിക്കോട് പോലുള്ള, ഞാൻ ഈ സെക്കുലർ കാര്യമായി പറയുന്നു, സുകുമാർ അഴിക്കോട് പോലുള്ള, ജോസഫ് മുണ്ടശ്ശേരിയെ പോലുള്ള, MP മന്മഥനെ പോലുള്ള, ഫാദർ വടക്കനെ പോലുള്ളയൊക്കെ എത്രയെത്ര ആളുകൾ ആശയങ്ങൾ നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആളുകളാണ്. പോട്ടെ, നമുക്കതങ്ങനെ അവസാനിപ്പിക്കാം. ഏതായാലും പ്രഭാഷണ കല എന്ന ഈ ആയുധമില്ലാത്ത, ഈ വാക്കൽ ആയുധമായിട്ട് ഉപയോഗിക്കുന്ന ഈ കലയ്ക്ക് കൃത്യമായി അതെങ്ങനെയാണ് അതെന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതിന്റെ പ്രസക്തി എന്താണ്, അതിന്റെ വിശദീകരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ചിന്തയിൽ അല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇനി ശ്രദ്ധിച്ചു,
നമുക്കറിയാം ലോകത്തിലെ പല പ്രഭാഷണങ്ങളുടെയും അടിസ്ഥാനം ലോകത്തിൽ അവകാശങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ ഒന്നിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി നിരവധി പ്രഭാഷണങ്ങൾ നടന്നിട്ടുണ്ട്. എബ്രഹാം ലിങ്കനെ പോലുള്ള ആളുകളൊക്കെ. ഇനി ശ്രദ്ധിക്കുക, എന്നാൽ നമ്മുടെ ഈ ഭാരതത്തിലേക്ക് വരുമ്പോൾ ഈ ഭാരതത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രസംഗങ്ങൾ, സംഭാഷണങ്ങൾക്ക്, ഡയലോഗ്സ് അല്ലെങ്കിൽ ഡിസ്കോഴ്സുകൾക്ക് അപ്പുറമായിട്ട് ജ്ഞാനാത്മകമായിരിക്കുന്ന ഒരവസ്ഥയ്ക്കാണ്, അല്ലെങ്കിൽ ഒരു പ്രഭാഷണ രീതിക്കാണ്, ഈ ആശയം പങ്കുവെക്കുന്ന രീതിക്കാണ് കൂടുതൽ പ്രസക്തമായിട്ടുള്ളത്. ആയിരങ്ങൾ തടിച്ചു കൂടുന്നിടത്ത് ഈ വാക്കുകൾ ആയുധമാക്കി അവരുടെ അവകാശത്തെ തിരിച്ചറിയാനുള്ള പ്രബോധനങ്ങളായി അവരെ ഉദ്ബോധിപ്പിക്കുന്ന നിരവധി പ്രഭാഷണങ്ങളും ചരിത്രത്തിൽ ഇടം നേടുമ്പോൾ, ഭാരതത്തിലേക്ക് വരുമ്പോൾ അല്പം കൂടി വിശാലമായിട്ട് ഗുരുക്കന്മാർ ഉരുവിടുന്ന വാചകങ്ങൾ ധ്യാനപൂർവം കേൾക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ, ഇതിന്റെ ആരംഭം കുറിച്ച് യവനായ സംസ്കാരത്തിൽ ഡയലോഗുകൾക്കും കൂടാതെ വാക്വൈഭവം, ഓറോട്ടറി എന്നിവ അവയ്ക്ക് കൂടുതൽ പ്രാധാന്യമുണ്ടായിരുന്നെങ്കിൽ ഈ ഭാരതത്തിലേക്ക് വരുമ്പോൾ നേരെ തിരിച്ച് ധ്യാനാത്മകമായ, അല്ലെങ്കിൽ കേൾക്കുന്ന പദങ്ങൾക്ക് ഒരു വൈകാരികമായ ഉണർത്തലിനപ്പുറമായിട്ട് ചിന്താപരമായി, യുക്തിപരമായി, ബുദ്ധിപരമായി, ബൗദ്ധികമായി, ആത്മീയമായ ഒരു തലത്തിലേക്ക് അവനെ നയിക്കുന്ന തരത്തിലുള്ള ചിന്തകൾക്കും പ്രഭാഷണ രീതികൾക്കുമായിരുന്നു ഭാരതത്തിൽ കൂടുതൽ പ്രാമുഖ്യം ഉണ്ടായിരുന്നത്. ഇനി ശ്രദ്ധിക്കുക, എന്താണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പദങ്ങളാണ് പ്രീച്ചിങ്. ഇത് ഒരു മതപ്രസംഗം അഥവാ ധാർമ്മിക ഉദ്ബോധനം എന്നാണ് അതിനർത്ഥം. സാധാരണ ക്രൈസ്തവ മൂല്യങ്ങളെക്കുറിച്ചോ ആശയങ്ങളെക്കുറിച്ചോ വേദപുസ്തക സത്യങ്ങളെക്കുറിച്ചോ ക്രിസ്തു ശാസ്ത്ര ചിന്താഗതികളെയൊക്കെ വിവരിക്കുമ്പോൾ അത്തരം പ്രഭാഷണങ്ങളെ എന്ന് പറഞ്ഞാൽ വേദപുസ്തകം സംബന്ധിച്ചുള്ള അധികരിച്ചുള്ള പ്രഭാഷണ രീതികളെയും സമ്പ്രദായങ്ങളെയും നമ്മൾ സെർമൺ എന്നാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. ഈ പദങ്ങളൊക്കെ ഒന്നിരുന്ന് നന്നായിരിക്കും. പ്രീച്ചിങ് എന്ന വാക്കിന് മതപ്രസംഗം അഥവാ ധാർമ്മിക ഉദ്ബോധനം എന്നാണ് അർത്ഥം, പ്രീച്ചിങ്. എന്നാൽ സെർമൻ, SERMON, സെർമൻ എന്നത് പ്രഭാഷണമെന്നോ പ്രബോധനമെന്നോ ധർമ്മോപദേശമെന്നോ പറയാം. ശ്രദ്ധിക്കണം, പ്രീച്ചിങ്ങും സെർമണും തമ്മിലുള്ള വ്യത്യാസം. പ്രീച്ചിങ് ഒരു മതപ്രസംഗമാണ്. സമൂഹത്തിൽ കാർന്നു തിന്നുന്ന, അർബുദം പോലെ കാർന്നു തിന്നുന്ന ദുഷ്ചെയ്തികൾക്കും ദുഷ്പ്രവണതകൾക്കും സാമൂഹിക തിന്മകൾക്കും വിപത്തുകൾക്കും ഒക്കെ എതിരെയുള്ള പ്രബോധനങ്ങൾ, ഏതെങ്കിലും മതത്തിന്റെ ചിന്താധാരകളെയും മതത്തിന്റെ വിശ്വാസ പ്രമാണങ്ങളെയും തത്വങ്ങളെയും മീമാംസകളെയും ഒക്കെ അധികരിച്ചുകൊണ്ടുള്ള ഒരു പഠിപ്പിക്കലാണ് അല്ലെങ്കിൽ പ്രഭാഷണം. ഇനി ധാർമ്മികമായിട്ട് മനുഷ്യൻ അവനോട് തന്നെയും അവൻ അഭിസംബോധന ചെയ്യുന്ന, അവൻ എതിർപ്പെടുന്ന സമൂഹത്തോടും വ്യക്തികളോടും അവന് അംഗമായിരിക്കുന്ന സമൂഹത്തോടും പാലിക്കേണ്ട എത്തിക്കലായിട്ടുള്ള, ധാർമ്മികപരമായിട്ടുള്ള, ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ട മൂല്യങ്ങൾ പരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അവനെ പ്രബോധിപ്പിക്കുന്ന പ്രബോധനങ്ങളെയാണ് വാസ്തവത്തിൽ പ്രീച്ചിങ് എന്ന് പറയുക. മനസ്സിലായോ പ്രീച്ചിങ് എന്താണെന്ന്? ഇനി ശ്രദ്ധിച്ചേ, അതിനപ്പുറമായി ഇനി ഈ സെർമൺ എന്ന് പറഞ്ഞാൽ അതൊരു പ്രബോധനമാണ്, പ്രഭാഷണമാണ്. അതിന് ഏത് വിഷയമാകാം, മതമാകാം, സംസ്കാരമാകാം, ഭാഷയാകാം, അല്ലെങ്കിൽ രാഷ്ട്രീയമാകാം, എന്തുമാകാം സെർമൺ എന്ന വാക്ക്. മറ്റൊരു കാര്യം, ഇതിന് സെർമൺ എന്ന വാക്കിന് ധർമ്മോപദേശം എന്നും വിളിക്കാം. ധർമ്മോപദേശങ്ങൾ, ധാർമ്മിക ഉപദേശങ്ങൾ എന്നും വിളിക്കാം. മനസ്സിലായോ? ധാർമ്മിക ഉപദേശങ്ങൾ, പ്രബോധനങ്ങൾ. എന്താ ധാർമ്മിക പ്രബോധനങ്ങൾ? ഞാൻ പറഞ്ഞ പോലെ അവനോട്, എന്നോടും, ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തോടും, ഞാൻ എതിർപ്പെടുന്ന ഏതൊരു വ്യക്തിയോടും, ഏതൊരു സമൂഹത്തോടും, ഏതൊരു നിയമങ്ങളോടും, ഏതൊരു വിശ്വാസങ്ങളോടും കൃത്യമായി ജീവിതത്തിൽ പാലിക്കേണ്ട ചില നിയമങ്ങളുടെ
വിശദീകരണം അല്ലെങ്കിൽ അതിന്റെ തത്വപരമായിട്ടുള്ള മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഉപയോഗിക്കപ്പെടേണ്ട അല്ലെങ്കിൽ പണിയപ്പെടേണ്ട ഒന്നിനെയാണ് ധാർമ്മിക ഉപദേശങ്ങൾ എന്ന് പറയുക. കൊല ചെയ്യാൻ പാടില്ല, മോഷ്ടിക്കാൻ പാടില്ല, പിന്നെ മദ്യപിക്കാൻ പാടില്ല, പുകവലിക്കരുത്, പിന്നെ മറ്റ് അരാജത്വം സൃഷ്ടിക്കുന്ന ഒന്നും ചെയ്യാൻ, വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തരുത്, തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തരുത്. ചുരുക്കം പറഞ്ഞാൽ ഇത് ഇത്തരത്തിലുള്ള ഒരു സമൂഹത്തിനെ ഹനിക്കുന്ന നിലയിൽ, ഒരു വ്യക്തിയെ ഹനിക്കുന്ന നിലയിൽ, അവൻ സ്വയം ഹനിക്കുന്ന നിലയിൽ യാതൊന്നും ചെയ്തുകൂടാ എന്ന് ഒരാളെ പറഞ്ഞ് പഠിപ്പിക്കുന്നതിനെയാണ് ധർമ്മോപദേശങ്ങൾ എന്ന് പറയുക. അതിനെയാണ് സർമൻ എന്ന് പറയുക. ഇനി നമ്മൾ പറയുമല്ലോ, ഇംഗ്ലീഷിൽ എഴുതും കീ നോട്ട് അഡ്രസ്. നമ്മൾ പറയും മുഖ്യ പ്രഭാഷകൻ അഡ്രസ് ചെയ്യുക എന്ന്. എന്താ അഡ്രസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു ഫോർമൽ മെസ്സേജിനെ അല്ലെങ്കിൽ ഒരു ഔപചാരിക പ്രഭാഷണത്തെയാണ് കുറിക്കുക. ഒരു പ്രോഗ്രാം ഉണ്ടാക്കുമ്പോൾ ചെയർമാൻ നമ്മൾ എഴുതും, അധ്യക്ഷൻ എഴുതും, പിന്നെ മുഖ്യ പ്രഭാഷകൻ കീ നോട്ട് അഡ്രസ്. അങ്ങനെ നമ്മൾ വിളിച്ച് ക്ഷണിച്ചു വരുത്തിയ ഏതൊരു വിഷയത്തെ കുറിച്ചാണോ ഏതൊരു കാര്യത്തിന് വേണ്ടിയാണോ പ്രഭാഷണം നടത്തേണ്ടത് അതിനുവേണ്ടി ക്ഷണിച്ചു വരുത്തിയ ആളുകൾ നടത്തുന്ന ഔപചാരികമായ പ്രഭാഷണങ്ങളെ നമ്മൾ അഡ്രസ് എന്ന് പറയും. ശ്രദ്ധിച്ചേ. അപ്പം ഇങ്ങനെ ഇവരെല്ലാം ശരിക്കും ഉപദേശങ്ങളും പ്രോത്സാഹനങ്ങളും വെല്ലുവിളിയും ഒക്കെ ആണ് സാധാരണ നടത്താറുള്ളത്. ഇനി ശ്രദ്ധിച്ചേ, നമ്മളെല്ലാം പറയുമല്ലോ ഒരു പ്രഭാഷകൻ എന്ന് പറഞ്ഞാൽ അവൻ ഓറേറ്റർ ആയിരിക്കണം, വാഗ്മി ആയിരിക്കണം. വാഗ്മി എന്താ? വാഗ്മി എന്ന വാക്കിന്റെ അർത്ഥം വാഗ്മി, വാക്ചാതുര്യമുള്ളവൻ അല്ലേ? ഈ പ്രയോഗം പ്രസംഗത്തിന്റെ ചാതുര്യം അല്ലെങ്കിൽ അതിന്റെ സൗന്ദര്യത്തെ, ഒഴുക്കിനെ അനായാസേന യാതൊരു തടസ്സവും കൂടാതെ വാക്കുകൾ നിർഗളം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അത്തരത്തിൽ ഭാഷയെയും ആശയങ്ങളെയും ഒരു തടസ്സവും കൂടാതെ കൃത്യമായിട്ട് ജനങ്ങളുടെ കർണപടങ്ങളിലേക്ക് എത്തിക്കുവാനും അതുവഴി ഒരു വലിയ പ്രകമ്പനം കൊള്ളിക്കുവാനും കഴിയത്തക്ക പ്രാപ്തിയുള്ള വ്യക്തിയാണ് വാഗ്മി, ഓറേറ്റർ എന്ന് പറയുക. അപ്പം ഈ ഒരു വാഗ്മി എന്ന് പറഞ്ഞാൽ യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് വളരെ ചാതുര്യത്തോടെ സൗന്ദര്യാത്മകമായിട്ട് ഒരു വിഷയത്തെ അവതരിപ്പിക്കാൻ ശേഷിയുള്ളവനെയാണ് നമ്മൾ വാഗ്മി എന്ന് വിളിക്കുക. മനസ്സിലായോ? അപ്പം നമ്മുടെ ഐക്യരാഷ്ട്രസഭയില് VK കൃഷ്ണമോഹൻ നടത്തിയ കാശ്മീരിനെ കുറിച്ചുള്ള വളരെ ഹ്രസ്വമായ എന്നാൽ വളരെ വാഗ്വൈഭവത്തോടു കൂടിയുള്ള പ്രഭാഷണം ലോക ചരിത്രത്തിൽ ഇന്നും ഇടം നേടിയ അല്ലെങ്കിൽ UN അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയുടെ ചരിത്രത്തിൽ ഇന്നും മായാതെ എഴുതി ചേർക്കപ്പെട്ട ഒരു പ്രസംഗമാണ്. ഇപ്പൊ ചുരുക്കം പറഞ്ഞാൽ അതുപോലെ തന്നെ മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ പ്രഭാഷണങ്ങൾ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ പൗരാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള വെല്ലുവിളിയാണ് താൻ ഉയർത്തിയത്. ഇപ്പൊ ശ്രദ്ധിച്ചേ, നമ്മൾ എന്താണ് ഈ പ്രഭാഷണത്തിന്റെയൊക്കെ ഇതിന്റെയൊക്കെ ഒരു പ്രസക്തി എന്ന് നമ്മൾ തുടർന്ന് ചിന്തിക്കും. എന്നാലും പൊതുവിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ വാസ്തവത്തിൽ നഷ്ടപ്പെട്ടു പോയ അവകാശങ്ങളെ കുറിച്ചുള്ള ഈ പ്രഭാഷണത്തിൽ വാസ്തവത്തിൽ ഉണ്ടാകേണ്ടത് പ്രബോധനമാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഈ ഒരു പ്രഭാഷണത്തിൽ വാസ്തവത്തിൽ ഉണ്ടാകേണ്ടത് പ്രബോധനമാണ്, സ്വയം പരിശോധനയ്ക്ക് വേണ്ടിയുള്ള ഇടമൊരുക്കലാണ്, പിന്നെ നഷ്ടപ്പെട്ടു പോയ അവകാശങ്ങളെ തിരിച്ചറിയലാണ്, പിന്നെ ഒരു ജുഗുപ്താവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ ഉറങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയിലായിരിക്കുന്ന വ്യക്തികളെ ഉണർത്തലാണ്, പിന്നെ ഒരു നിന്നോന്തമായിരിക്കുന്ന വളരെ ശാന്തമായി ഒഴുകുന്നതിനെ ഉയർത്ത ചാഴ്ചയായി എപ്പോഴും താന്നു പോകും, പിന്നെയും പോകും, അങ്ങനെ പോകുന്ന ഒരവസ്ഥയിൽ അവനെ കൈപിടിച്ചുയർത്തുന്നതാണ്. ചുരുക്കത്തിൽ ഒരു സമൂഹത്തെയോ വ്യക്തിയെയോ എപ്പോഴും ഇങ്ങനെ വാമപ്പ് ചെയ്ത് നിർത്തുന്ന ഒന്നാണ് പ്രഭാഷണങ്ങൾ എന്ന് പറയുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പ്രഭാഷണങ്ങൾ കൃത്യമായി നമ്മൾ അതിന്റെ ശാസ്ത്രീയ അവസരങ്ങളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഇനി പഠിക്കുന്നത് ഇതിന്റെ ഈ ടേമുകളാണ്, ഇതിന്റെ വാക്കുകളാണ്. എങ്ങനെയാണ് ഹൊമിൽറ്റിക്സ് എന്ന വാക്കുണ്ടായത്, അല്ലെങ്കിൽ ഏതൊക്കെ പദങ്ങളിൽ നിന്നാണ് വത്തിയിരിക്കുന്നത്. ഈ ശ്രദ്ധിച്ചേ, ഈ
പ്രസംഗത്തെ ശരിക്കും നിർവചിക്കുക എന്നത് വളരെ ശ്രമകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഈ പ്രഭാഷണങ്ങളിൽ പ്രധാനമായി നമുക്ക് ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. ഒന്ന്, ബോധ്യപ്പെടുത്തുക. എന്തൊക്കെയാണ്? ഒന്ന്, ബോധ്യപ്പെടുത്തുക. എന്തിനെ കുറിച്ച് ബോധ്യപ്പെടുത്തുക? പ്രഭാഷണങ്ങളിൽ ഒന്നാമതായിട്ട് ഉണ്ടാകേണ്ടത് ബോധ്യപ്പെടുത്തലാണ്. നിലവിൽ ഉള്ള നിയമങ്ങളെ കുറിച്ചുള്ള ബോധ്യപ്പെടുത്തലാകാം, അവകാശങ്ങളെ കുറിച്ചുള്ള ബോധ്യപ്പെടുത്തലാകാം, വരാൻ പോകുന്ന വിപത്തുകളെ കുറിച്ചുള്ള ബോധ്യപ്പെടുത്തലാകാം, നിലവിൽ സംജാതമായ അരിഷ്ടിതാവസ്ഥയെ കുറിച്ചുള്ള ബോധ്യപ്പെടുത്തലാകാം, എന്തിനേയും കുറിച്ചുള്ള ബോധ്യപ്പെടുത്തൽ. അതാണ് വാസ്തവത്തിൽ പ്രഭാഷണത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം. ഒന്ന്, അല്ലെങ്കിൽ അതിന്റെ പ്രഭാഷണം എന്തൊക്കെ ആയിരിക്കണം, എന്തുകൊണ്ട് പ്രഭാഷണം എന്ന് ചോദിച്ചാൽ, പ്രസംഗം എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഒന്ന് ബോധ്യപ്പെടുത്തൽ. രണ്ടാമത് വിശ്വസിപ്പിക്കുക എന്നുള്ളതാണ്. വിശ്വസിപ്പിക്കുക, പറയുന്ന കാര്യങ്ങൾ പ്രഭാഷകൻ വാഗ്രൂപേണ വിളമ്പുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, കൃത്യമായ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, കൃത്യമായ സന്നിഗ്ധമായ ഘട്ടങ്ങളെ നിശ്ചയിച്ച് അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതോടൊപ്പം തന്നെ വിശ്വസിപ്പിക്കുവാനും പ്രസംഗം കൊണ്ട് കഴിയും. അതുകൊണ്ടാണല്ലോ പ്രസംഗം, ക്രിസ്തീയ പ്രസംഗം കേട്ട് നമ്മൾ പോലും കാണാത്ത, നമ്മൾ പോലും അറിയാത്ത, അല്ലെങ്കിൽ ഇതുവരെ കാണാത്ത, ഇതുവരെ അറിയാത്ത ഒരു വ്യക്തിയെ കുറിച്ചുള്ള ബോധ്യത്തിൽ അതിന്റെ വിശദീകരണങ്ങളിൽ ഒരു വ്യക്തി അവന്റെ അവസ്ഥയെ സംബന്ധിച്ചുള്ള ഒരു അവഗാഹമുണ്ടായിട്ട്, ഒരു അറിവുണ്ടായിട്ട്, അവൻ പാപിയാണെന്നുള്ള തിരിച്ചറിവിൽ പാപത്തെ ഉപേക്ഷിക്കുന്നു, ഏറ്റുപറയുന്നു, സമർപ്പിക്കുന്നു, ക്രിസ്തീയ വിശ്വാസത്തിന്റെ പാതകളെ പിന്തുടരാൻ ക്രിസ്തു വിശ്വാസിയായി, ക്രിസ്ത്യാനുമായി, ക്രിസ്തുവിന്റെ അനുയായിയായി തീരാനുള്ള ഒരു ശ്രമം നടത്തുന്നതൊക്കെ നമുക്കറിയാം. അപ്പം പറഞ്ഞു വിശ്വസിപ്പിക്കുവാൻ അതിന് എന്തൊക്കെ ഉണ്ടാകണം? ഒരു വിശ്വാസം ഉണ്ടാകുന്നത്, ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ, ഇന്ദ്രിയങ്ങളുടെ ബോധ്യമാണ് വാസ്തവത്തിൽ വിശ്വാസം എന്ന് പറയുക. നമുക്ക് കാണണം, നമുക്ക് കേൾക്കണം, നമുക്ക് അനുഭവിക്കണം, നമുക്ക് ആസ്വദിക്കണം, നമുക്ക് തൊടണം, സ്പർശിക്കണം, നമുക്ക് കേൾക്കണം. ഇങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളുടെ സഹായത്തോടു കൂടി ഒരു സത്യത്തെ, ഒരു യാഥാർത്ഥ്യത്തെ അറിയുകയും അത് ബോധ്യപ്പെടുകയും ചെയ്യുമ്പോഴാണ് വിശ്വാസം ജനിക്കുക. അല്ലേ? അത് നമ്മൾ ചുമ്മാ അല്ല, നമ്മൾ കൃത്യമായിട്ട് നമുക്ക് പല കാര്യങ്ങളും ഈ ഇന്ദ്രിയങ്ങളാണ് നമുക്ക് സംവേദനക്ഷമമാക്കുന്നത്, നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു ബോധിപ്പിക്കുന്നത്. അപ്പം അത്തരത്തിൽ പറയാൻ, വിശ്വസിക്കുവാൻ ഏതെങ്കിലുമൊക്കെ എവിഡൻസ്, തെളിവ് കൃത്യമായി പറഞ്ഞ് ബോധിപ്പിക്കുവാനുള്ള ശ്രമമായിരിക്കണം പ്രസംഗത്തിൽ ഉണ്ടാകേണ്ടത്. മൂന്നാമത്തെ കാര്യം പ്രേരിപ്പിക്കുക. ഒന്ന്, ബോധ്യപ്പെടുത്തുക. രണ്ട്, വിശ്വസിപ്പിക്കുക. മൂന്ന്, പ്രേരിപ്പിക്കുക. എന്തിന്? അംഗീകരിക്കാൻ. ഞാൻ ഈ പ്രസംഗം ഇതിന്റെ അർത്ഥമായി പറയുന്നു. എന്തുകൊണ്ട് പ്രസംഗം എന്ന് ചോദിച്ചാൽ ഈ 3 കാര്യമാണ്. ഒന്ന്, ബോധ്യപ്പെടുത്തുക. രണ്ട്, വിശ്വസിപ്പിക്കുക. മൂന്ന്, പ്രേരിപ്പിക്കുക. എന്തിന്? ഉൾക്കൊള്ളാൻ പ്രേരിപ്പിക്കുക, കേൾക്കാൻ പ്രേരണ ഉണ്ടാക്കുക, അറിയാനുള്ള പ്രേരണ ഉണ്ടാക്കുക, അനുധാവനം ചെയ്യാനുള്ള പ്രേരണ ഉണ്ടാക്കുക, എതിർക്കാനുള്ള പ്രേരണ ഉണ്ടാക്കുക, സ്വയം ചിന്തിക്കാനുള്ള പ്രേരണ ഉണ്ടാക്കുക, സത്യമാണോ എന്ന് അന്വേഷിക്കാനുള്ള പ്രേരണ ഉണ്ടാക്കുക. എന്ത് തരത്തിലുമുള്ള പ്രേരണ. അതിനാണ് വാസ്തവത്തിൽ പ്രസംഗത്തിന്റെ അർത്ഥം. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടത്. ശ്രദ്ധിച്ചേ, ഈ ഞാന് പ്രിന്റഡ് മാസികയിൽ, പ്രിന്റഡ് മാറ്ററിൽ സ്ഥിരം എഴുതാറുണ്ട്. പണ്ട് മുതൽ എഴുതാറുണ്ട്. ഒരുപാട് കഥയും കവിതയും ഒക്കെ എഴുതാറുണ്ട്. പ്രിന്റഡ് വിഷ്വൽ മീഡിയയിൽ വർക്ക് ചെയ്തപ്പോൾ ധാരാളം ടെലിഫിലിമുകളും ഷോർട്ട് ഫിലിമും ഒക്കെ ഒരുപാട് എഴുത്തുകൾ നമ്മൾ എഴുതാറുണ്ട്. റേഡിയോയിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. റേഡിയോയിലും ഞാൻ എഴുതിയിട്ടുണ്ട്. റേഡിയോയിലെ റേഡിയോ നാടകങ്ങൾ, ഒരുപാട് നാടകം. ഈ കെ.പി. ഓനാൻ, നമ്മുടെ തിരുമേനി, മരിച്ചുപോയ കെ.പി. ഓനാൻ തിരുമേനി പ്രസംഗിക്കുന്നതിന് മുമ്പുള്ള ചക്രമാമൻ എന്ന് പറയുന്ന ഒരു റേഡിയോ പ്രഭാഷണം ഉണ്ടായി. അപ്പൊ അതിന്റെ കഥ എഴുതി, അതിന് ഡബ് ചെയ്ത് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ 3 എഴുത്തും വ്യത്യസ്തമാണ്. നമ്മൾ പ്രിന്റഡ് മാറ്ററിൽ എഴുതുമ്പോൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതിനൊരു രീതിയുണ്ട്. അതിന് വേറെ വ്യത്യസ്തമാണ്. വിഷ്വൽ മീഡിയയിലേക്ക് വരുമ്പോൾ, ടെലിവിഷനിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോൾ എഴുത്തുകൾ, ഒരു കാര്യം വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള എഴുത്ത് ഈ പ്രിന്റഡ് എഴുത്തിൽ നിന്നും വളരെ വ്യത്യസ്തം.
എന്നാൽ അതിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തമാണ് റേഡിയോയിൽ ഒരാൾ പറഞ്ഞ്, നമ്മൾ റേഡിയോ കേൾക്കുമ്പോൾ അത് ഒരു ഓഡിയോ മാത്രമേ ഉള്ളൂ. ഓഡിയോ കേട്ടോണ്ട് നമ്മൾ ഒരു കാര്യം നടന്നതായിട്ട് സങ്കല്പിക്കുക. മനസ്സിലായോ? അപ്പൊ അതിനെന്താ ചെയ്യുന്നറിയാമോ? ഈ ഓഡിയോയില് ഈ റേഡിയോ നമ്മളെ പ്രഭാഷണങ്ങളോ അല്ലെങ്കിൽ ഒരു ഒരു സംഭവം നമ്മൾ അവതരിപ്പിച്ച് അത് കൃത്യമായി ജനങ്ങളിൽ ആ സന്ദേശം എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നതും ആംബിയൻസ് ഉണ്ടാക്കും. ആംബിയൻസ് എങ്ങനെ? ഒരു സംഭവം ഇന്നലെ നടന്നു എന്നത് ഒരു ഡയലോഗിലൂടെയോ അല്ലെങ്കിൽ ഒരു സംഭവത്തെ 3-4 പേര് കൂടി ബഹളം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആംബിയൻസ് സൃഷ്ടിച്ച് അതിലൂടെയാണ് പറഞ്ഞു കൊടുക്കുക. ഒപ്പം തന്നെ ഈ റീമ്യൂസിക് അല്ലെങ്കിൽ പശ്ചാത്തല സംഗീതത്തിന്റെ പ്രാധാന്യം ഒരു കരത്തിലൂടെയാകാം. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ നമ്മളിത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മുമ്പിൽ ഇരുന്ന് കരയുന്നതായിട്ട് കണ്ണടച്ച് കേൾക്കുന്ന ഒരാളുടെ മുമ്പിൽ ഒരാളിരുന്ന് കരയുന്നു, നമ്മോട് പറയുന്നതായിട്ട് നമുക്കത് വിഷ്വലി അവർക്ക് ഫീൽ ചെയ്യണമെങ്കിൽ നമ്മൾ ആംബിയൻസ് ഉണ്ടാക്കി കൃത്യമായിട്ട് അത്തരത്തിൽ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി, അല്ലെങ്കിൽ ഇതാണ് ഇപ്പൊ നടക്കുന്നത് എന്നെന്ത് അവരെ മനസ്സിനെ പറഞ്ഞ് തൃപ്തിപ്പെടുത്തണം. പലപ്പോഴും നമുക്കറിയാം പല കാര്യങ്ങളും അംഗീകരിക്കാൻ നമുക്ക് വൈമനസ്യം ഉണ്ടാകുന്നത് നമ്മുടെ മനസ്സിന് തൃപ്തിയല്ലാത്ത, നമ്മൾ ആവശ്യപ്പെടുന്ന തെളിവുകളോ നമ്മൾ ഇഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളോ നമ്മൾക്ക് സ്വീകാര്യമായിരിക്കുന്ന സന്ദേശങ്ങളോ വാക്കുകളോ വാചകങ്ങളോ ഉപദേശങ്ങളോ നിയമങ്ങളോ അല്ലെങ്കിൽ നമുക്ക് കൂടി അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പലതിനോട് നമുക്ക് ഒരു അനുകൂലമായ പ്രതികരണം ഉണ്ടാകുക. നമ്മൾ എന്തുകൊണ്ട് ഒരു ആശയത്തെ എതിർക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൽ ഉന്നയിക്കപ്പെടുന്നത് ഞാൻ എന്ന വ്യക്തിയുടെ വിശ്വാസത്തെ ഹനിക്കുകയോ എന്റെ അഭിപ്രായത്തെ ഹനിക്കുകയോ എന്റെ അവകാശങ്ങളെ ഹനിക്കുകയോ ഞാൻ എന്ന വ്യക്തിയെ സമ്പൂർണമായി പരിത്യജിക്കുകയോ അല്ലെങ്കിൽ പരിഗണിക്കാതിരിക്കുകയോ ഇനി എനിക്ക് ഗുണകരമല്ലാത്ത പല കാര്യങ്ങളും ഉയരുമ്പോഴാണ് നമ്മൾ ഇതിനോടൊക്കെ ക്രിയാത്മകമായ ഒരു പ്രതികരണം ഉണ്ടാകുക. അപ്പോൾ അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും നമ്മൾ ഒരു കാര്യത്തെ കേൾവിയിൽ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം ഭയങ്കരമാണ്. അത് കൊള്ളാം കേട്ടോ, നന്നായിരിക്കുന്നു, നിങ്ങളെല്ലാവരും ഹല്ലേലൂയ പറഞ്ഞേ എന്ന് പറഞ്ഞ് നമ്മളൊക്കെ പറഞ്ഞ നമ്മുടെ യോഗത്തിന് പോയിരുന്ന എന്റെ പൊന്നെ കൈ നമ്മൾ ഇത് കഴിഞ്ഞ് തിരിച്ചു വന്ന് നമ്മൾ കുഴമ്പ് വാങ്ങിച്ച് നമ്മൾ മടുക്കും എന്ന് പറഞ്ഞാൽ ഇതിങ്ങ് പറയിപ്പിക്കുക. പറഞ്ഞേ ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഒരു ഹല്ലേലൂയ. എന്തിന്? എനിക്ക് എന്തെങ്കിലും സ്വീകാര്യമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയില്ലേ? പറഞ്ഞാൽ തെറ്റ്, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം വേണം ഒരു ഹല്ലേലൂയ പറയാൻ. നമ്മൾ അറിയാൻ ചില സമയങ്ങളിൽ എന്ത് ചെയ്യാൻ കൈ ഉയർത്തി കർത്താവിനെ സ്തുതിക്കും. ചിലപ്പോൾ നമ്മൾ അറിയാതെ കരയും, ചിലപ്പോൾ നമ്മൾ വാവിട്ട് നിലവിളിക്കും, ചിലപ്പോൾ ചാടി എഴുന്നേൽക്കും. എന്താണെന്നറിയാമോ? നമ്മളെ ഇത് പറയാൻ പ്രേരിപ്പിക്കുന്ന എന്തോ ഒന്ന് നാം കേൾക്കുന്ന നമ്മുടെ കർണപടങ്ങളിലേക്ക് നമ്മുടെ ചെവിയിലേക്ക് വന്ന് അലയ്ക്കുന്ന വന്ന് ഞടിക്കുന്ന പോലെ തോന്നുകയും അത് നമ്മുടെ ഹൃദയത്തോട് വളരെ ഇഴുകിച്ചേരുകയും നമ്മുടെ ആശയങ്ങളെ ഖണ്ഡിച്ചിട്ട് അത് ശരിയാണെന്ന് പറഞ്ഞ് നമ്മളെ ഉറപ്പിക്കുകയും ചെയ്യും. ഇതെല്ലാം വിതിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്, അതൊരു കണ്ണിമയ്ക്കുന്നിടയിൽ അല്ലെങ്കിൽ ഒരു നൊടിയിടയിൽ സംഭവിക്കുന്ന കാര്യങ്ങളായിരുന്നു. ടിങ്കിളിംഗ് ഓഫ് ഐസ് അല്ലെങ്കിൽ കണ്ണ് അടച്ചു തുറക്കുന്ന വേഗതയിൽ ഇതെല്ലാം സംഭവിക്കും. ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത്തരത്തിൽ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം ഉണ്ടാകുമ്പോഴാണ് അനുകൂലമാകട്ടെ പ്രതികൂലമാകട്ടെ ഈ ഒരു അവസ്ഥ പ്രതികരണത്തിനുണ്ടാകുന്നത്. അപ്പം പ്രസംഗത്തിന്റെ അർത്ഥം ഇത്രയും ഉള്ളൂ. ഒന്ന്, ബോധ്യപ്പെടുത്തണം. പ്രസംഗം എന്താണ്? ഒരാളെ പറഞ്ഞു ബോധ്യപ്പെടുത്തണം. 2, പറഞ്ഞു വിശ്വസിപ്പിക്കണം. 3, ഒരാശയമാകട്ടെ ഒരു ചിന്തയാകട്ടെ എന്തും വിശ്വസിക്കാൻ അതിനുള്ള ഒരു ഉപാധിയായി തീരണം. 3, പ്രേരിപ്പിക്കുക. ഒരു തീരുമാനത്തിലേക്ക് ഒരു ചുവട് കൂടി മുൻപോട്ട് വെക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്. ഇനി ശ്രദ്ധിക്കുക, ഹൊമിലി, HOMILY, ഹൊമിലി എന്ന ഇംഗ്ലീഷ് പദം പ്രസംഗത്തെ സൂചിപ്പിക്കുന്നതാണ്. ആ പദത്തിൽ നിന്നാണ് ഹൊമിലിറ്റിക്സ്, HOMILETICS പ്രസംഗശാസ്ത്രം രൂപപ്പെട്ടത്. ഹൊമിലി എന്ന ഇംഗ്ലീഷ് പദം ആ പ്രയോഗത്തിൽ നിന്നാണ് പ്രസംഗം രൂപപ്പെട്ടത്, ആ പദത്തിൽ നിന്നാണ്. ഇനി ഹൊമിലിറ്റിക്സ് എന്നത് പദം രൂപപ്പെട്ടത് ഹൊമിലിയ HOMILIA ഹൊമിലിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന്. ഹൊമിലിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന്. എന്താണ് ഈ ഹൊമിലിയ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം?
സംസാരത്തിൽ ഏർപ്പെടുന്നതിനെയാണ് അഥവാ കോൺവെർസേഷൻ അല്ല കോൺവെർസേഷൻ അഥവാ ടോക്ക്, കോൺവെർസേഷൻ അഥവാ ടോക്ക്, ഇതിനാണ് വാസ്തവത്തിൽ ഹൊമിലിയ എന്ന എബ്രായ പദം സൂചിപ്പിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായം 14 വാക്യം, അപ്പോസ്തല പ്രവൃത്തി 20:11, ഈ 2 വാക്യങ്ങൾ പരസ്പരം ഉള്ള സംസാരത്തെ സൂചിപ്പിക്കുന്ന വേദപുസ്തക പദങ്ങളാണിത്. ശ്രദ്ധിക്കുക. ഒരു മധ്യകാലഘട്ടം വരെ സംസാരത്തിൽ ഏർപ്പെടുന്ന അല്ലെങ്കിൽ 2 വ്യക്തികൾ തമ്മിൽ ആശയവിനിമയം പരസ്പരം പങ്കുവെക്കുന്നതിന്, അല്ലെങ്കിൽ ഒരു സമൂഹത്തോട് ഒരു വ്യക്തി നിന്ന് സംസാരിക്കുകയും കേൾക്കാൻ ഒരു കേൾവിക്കാർ ഉണ്ടാകുകയും ചെയ്യുന്ന സംസാരത്തിൽ ഏർപ്പെടുന്ന ഒരു രീതിയെ ആണ് വാസ്തവത്തിൽ ഹൊമിലിയ എന്ന പദം കൊണ്ട് അർത്ഥമാക്കിയിരുന്നത്. സഭാപിതാക്കന്മാരുടെയൊക്കെ പ്രസംഗത്തെയും അവരുടെ വിശദീകരണങ്ങളെയും വിശ്വാസ പ്രമാണങ്ങളുടെ വളരെ മുടിനാരികീറിയുള്ള വിശദീകരണങ്ങളെയും ഒക്കെ ഹൊമിലിയ എന്ന പദം കൊണ്ട് സൂചിപ്പിച്ചിരുന്നു. എന്നാൽ നമ്മുടെ ഇടയിൽ, പ്രത്യേകിച്ച് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ, ഒരു പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽ കൂടുതൽ ഉപയോഗിക്കുന്നതും സർമൻ അഥവാ സർമൻ എന്ന പദമാണ്. സർമൻ, നമ്മൾ പറഞ്ഞു സർമൻ എന്താണെന്ന് അല്ലേ? സർമൻ എന്ന വാക്കിന് പ്രഭാഷണമെന്നോ പ്രബോധനമെന്നോ ധർമ്മോപദേശമെന്നോ ഒക്കെ അർത്ഥമുണ്ട്. അപ്പം പ്രൊട്ടസ്റ്റന്റ് അഥവാ വേർപെട്ട സമൂഹങ്ങൾ അവരുടെ പ്രഭാഷണ രീതികളെ, അവരുടെ സത്യത്തെ അവരെ കൂടുതൽ ഉപയോഗിച്ചിരുന്നത് സർമൻ അഥവാ സർമൻ എന്ന വാക്കാണ്. ഈ സർമൻ എന്ന വാക്ക് സെർമോ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് വന്നത്. സെർമോ, SERMO. അതിന് സംസാരിക്കുക, പ്രസംഗിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. ടു സ്പീക്ക്, ടു ടോക്ക്, സംസാരിക്കുക, പ്രസംഗിക്കുക. ക്രിസ്തീയ ശുശ്രൂഷകൻ തന്റെ സഭയുടെ വിശ്വാസികൾക്ക് നൽകുന്ന സന്ദേശം, അതിനാണ് വാസ്തവത്തിൽ ഈ പദം ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ശ്രദ്ധിച്ചേ, ഇനി നമ്മൾ ഈ മറ്റൊരു പ്രധാനപ്പെട്ട മെസ്സേജ് എന്ന് പറയുക, നമ്മളൊക്കെ ഉപയോഗിക്കുന്ന പ്രസംഗത്തിൽ ഉപയോഗിക്കുന്ന ഇന്നാരെ മെസ്സേജ് അല്ലേ? ഇതിന് ക്രിസ്തീയ ശുശ്രൂഷയെ സംബന്ധിച്ചും ക്രിസ്തീയ സന്ദേശത്തെ കുറിക്കുന്നതിനുമൊക്കെയാണ് മെസ്സേജ് എന്ന വാക്ക് നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെങ്കിൽ എഴുതിക്കൂ. ഇതിന്റെ പ്രസംഗത്തിന്റെ ഒരു നിർവചനം ഞാൻ പറയാം. പ്രസംഗത്തിന്റെ നിർവചനം. വാട്ട് ഇസ് ദ ഡെഫിനിഷൻ ഓഫ് പ്രീച്ചിങ് ഓർ മെസ്സേജ് ഓർ സെർമൺ? ഒരു പ്രത്യേക ലക്ഷ്യത്തോടെ ഒരു സമൂഹത്തെ ബോധവൽക്കരിക്കാനും ചൈതന്യമുള്ളതാക്കാനും ആശയപരമായും വിശ്വാസപരമായും ഉറപ്പിച്ചു നിർത്തുവാനും ഒരു വ്യക്തി ബ്രാക്കറ്റിൽ എഴുതുക: ശുശ്രൂഷകൻ, നേതാവ്, പ്രസംഗകൻ. നടത്തുന്ന വാഗ്വിലാസമാണ് പ്രഭാഷണം അഥവാ പ്രസംഗം. വാഗ്വിലാസമാണ് പ്രസംഗം. ഇനി അതിനോട് ചേർന്ന് എഴുതണം:
വാക്ചാതുര്യവും ആവേശവും വിഷയത്തിലുള്ള അറിവും താല്പര്യവും ജനങ്ങളോടുള്ള പ്രതിബദ്ധതയും ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. അടുത്ത ഭാഗം കൂടെ എഴുതിയിട്ട് നമുക്ക് അത് വിശദീകരിക്കാം. അറിവും യുക്തിപരമായ വാദങ്ങളും അടങ്ങിയതാണ് പ്രസംഗം. അറിവും യുക്തിപരമായ വാദങ്ങളും അടങ്ങിയതാണ് പ്രസംഗം. ഞാൻ കുറെ ഡെഫിനിഷൻ തരാം, നിങ്ങൾ അത് ജസ്റ്റ് ഒരു ഇൻട്രോ ഡെഫിനിഷൻ പോലെ അത് എഴുതി വെക്കുക, ബാക്കി നോട്ടിൽ നിങ്ങൾക്ക് എഴുതാം. കാരണം ഒരുപാട് ഡെഫിനിഷൻ നമ്മൾ പലരും ലോകത്തിലെ പ്രമുഖരായ പല തിയോളജിയന്മാരും വേദശാസ്ത്ര പണ്ഡിതന്മാരും ഒക്കെ പറഞ്ഞ പല ഡെഫിനിഷൻ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാം നമുക്ക് എഴുതാൻ സമയമില്ല. ശ്രദ്ധിച്ചേ, ഒരു സമൂഹത്തെ ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടി ഒരു സമൂഹത്തെ ബോധവൽക്കരിക്കുക, ചൈതന്യമുള്ളതാക്കി തീർക്കുക, ആശയപരമായോ വിശ്വാസപരമായോ ഉറപ്പിച്ചു നിർത്താൻ ഒരു വ്യക്തി, അത് ശുശ്രൂഷകനാകാം, ഒരു നേതാവാകാം, പ്രഭാഷകനാകാം, പ്രസംഗകനാകാം, അദ്ദേഹം നടത്തുന്ന വാക് വിലാസമാണ് അല്ലെങ്കിൽ വാക് വൈഭവമാണ്, വാക്കുകളുടെ വിശദീകരണമാണ്, സൗന്ദര്യത്തോടു കൂടി സൗന്ദര്യാത്മകമായി താൻ നടത്തുന്ന വാക്കുകൾ ആശയപരമായ വിശദീകരണമാണ് വാസ്തവത്തിൽ പ്രഭാഷണം എന്ന് പറയുക. ഈ ശ്രദ്ധിച്ചേ, ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യം വാക്ചാതുര്യം. വാക്കുകളെ അടുക്കി വെച്ച് കൃത്യമായി ആശയങ്ങൾ, ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഹൃദയത്തിൽ തോന്നിയ ആശയങ്ങൾ നമ്മൾ പ്രഭാഷണം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ പ്രഭാഷണം നടത്തുന്ന എല്ലാ പ്രഭാഷണങ്ങളും ഏതെങ്കിലുമൊക്കെ ഒരു വിഷയത്തെ അധികരിച്ചായിരിക്കാം, ഏതെങ്കിലും ഒരു വിഷയത്തോട് പ്രതിബദ്ധതയുള്ള വ്യക്തികളാകാം, പ്രതിരോധിക്കാനാകാം, പ്രതിഷേധിക്കാനാകാം, ഒരു സാമൂഹ്യ തിന്മയാകട്ടെ, വിശ്വാസ സംരക്ഷണമാകട്ടെ, പ്രതിഷേധമാകട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, ഒരു പ്രഭാഷണത്തിന് കൃത്യമായി വിഷയം ഉണ്ടായിരിക്കും. ആ വിഷയം കൃത്യമായി ആ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ ആശയങ്ങളെയും എല്ലാ തെളിവുകളെയും അടുക്കി വെച്ച് വളരെ സൗന്ദര്യത്തോടു കൂടി ആ വാക്കുകളുടെ വിശദീകരണം നടത്തുന്നതിനാണ് വാസ്തവത്തിൽ പ്രസംഗം എന്ന് പറയുക. ഇതിനകത്ത് ഒരു ആവേശപരമായ ഒരു തലമുണ്ട്, ഒരു ആവേശപരമായ തലം. പ്രസംഗം വിജയിക്കുന്നത് ഒരു വൈകാരികമായ ഉണർത്തൽ കേൾവിക്കാരിൽ ഉണ്ടാകുകയും പ്രഭാഷകൻ സ്വയം ഉണർത്തപ്പെടുകയും ചെയ്യുമ്പോഴാണ്. ഒരു വൈകാരികമായി താൻ പറയുന്ന ആശയങ്ങളിൽ സ്വയം പുളകിതനായോ അല്ലെങ്കിൽ സ്വയം വാമായോ അല്ലെങ്കിൽ ഒന്ന് കത്തിജ്വലിച്ചോ അല്ലെങ്കിൽ എന്തായാലും പറയാം ആവേശപരമായി താൻ ഒന്ന് ഉണർത്തപ്പെടുകയോ വൈകാരികമായി ത്രസിച്ചു നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകുകയോ ചെയ്യുമ്പോഴാണ് വാസ്തവത്തിൽ ഈ ജനങ്ങൾ ഉണർത്തപ്പെടുകയും അവർ ഖോഖോ വിളിക്കുകയും ഒക്കെ ചെയ്യുന്നത്. നമ്മുടെ ഒരു വലിയ പ്രഭാഷകൻ ഒത്തിരി ദൂരം യാത്ര ചെയ്ത് പ്രഭാഷണത്തിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട സമയം കഴിഞ്ഞ് 9 മണിയായപ്പോൾ പ്രസംഗത്തിന് വന്നപ്പോൾ അവിടെ എനിക്ക് അറിയാവുന്ന ഏറ്റവും അടുത്തറിയാവുന്ന ആളുകളും ഉണ്ടായിരുന്നു. അവർ സംഘടിപ്പിച്ച പ്രസംഗം അവരെന്നെ പിറ്റേ ദിവസം വിളിച്ചു പറഞ്ഞ കാര്യമാണ് ഈ പറയുന്നത്. വന്ന ഉടനെ കോട്ടയത്ത് നിന്ന് ചെങ്ങന്നൂരിൽ നിന്ന് യാത്ര ചെയ്ത് തൃശ്ശൂർ ചെന്നപ്പോ തന്നെ 8 മണി കഴിഞ്ഞു. എന്നാൽ തന്നെ വേറെ ആൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. വന്നുടനെ പുള്ളി പറഞ്ഞു എനിക്കൊരു കുളിക്കണം. പുള്ളി കുളിക്കാൻ പോയി. കുളി കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു എനിക്കൊരു പതിവുണ്ട്, കഴിക്കണം. എന്തുവാ? നേരത്തെ പറഞ്ഞു വിട്ട് ചപ്പാത്തി ചിക്കനും കഴിക്കണം. അപ്പോൾ സമയം 9 മണി. അതുവരെ ഇദ്ദേഹം നല്ലൊരു പ്രഭാഷകനായതുകൊണ്ട് പാവപ്പെട്ട വിശ്വാസികളെല്ലാം നൂറുകണക്കിന് ആളുകൾ അദ്ദേഹം നല്ലവരെ കത്തി നിൽക്കുന്ന സമയത്താണ്. അപ്പം അദ്ദേഹം എനിക്കൊന്ന് കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം 2 ചപ്പാത്തിയും ചിക്കനൊക്കെ കഴിച്ച ശേഷം വന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതാണ്, ഞാൻ ക്ഷീണിച്ചു വന്നതാണ്, അതുകൊണ്ട് ഞാൻ ഇരുന്ന പ്രസംഗിക്കുന്നു. ജനമെല്ലാം കൂടി ഉറക്ക വിളിച്ച് പറഞ്ഞു താങ്കൾ
ഇരുന്നുകൊണ്ടാണ് പ്രസംഗിക്കുന്നതെങ്കിൽ ഞങ്ങൾ ഇന്ന് കിടന്നുകൊണ്ട് കേൾക്കാൻ തയ്യാറാകുകയാണ്, അതിനുവേണ്ടി ഒരുങ്ങുകയാണെന്ന്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? നമ്മൾ സ്വയം ഉണർത്താതെ, നമ്മൾ വൈകാരികമായിട്ടാകട്ടെ, നമ്മൾ ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ, നമ്മൾ പ്രചരിപ്പിക്കുന്ന, പ്രഭാഷണം നടത്തുന്ന, പരാവർത്തനം ചെയ്യുന്ന ആശയങ്ങൾ കൃത്യമായി സ്വയം ഉണർത്തൽ ഉണ്ടാകുന്നില്ല എങ്കിൽ കേൾവിക്കാരിൽ എപ്പോഴും പ്രതികരണം തണുത്തതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പ്രസംഗം എന്ന് പറയുക ആവേശപരമാകും. ആവേശം മാത്രം പോരാ, അതിനകത്ത് ആവശ്യങ്ങൾ ഉണ്ടാകണം, ആശയങ്ങൾ ഉണ്ടാകണം. ഇതിനകത്ത് ആമാശയപരമായ ആവശ്യം മാത്രമല്ല, ആശയപരമായിട്ടുള്ള ഉണർത്തൽ ഉണ്ടാകണം. കേവലം പ്രഭാഷണങ്ങൾ, ആവേശങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് ആമാശയം നിറയ്ക്കാനുള്ള ഒരു ആവശ്യമായി മാത്രം വാങ്ങുമ്പോൾ ആശയങ്ങളുടെ ദാരിദ്ര്യം നിമിത്തം പ്രഭാഷണങ്ങൾ പലപ്പോഴും കേവലം ആശയ വിവരണങ്ങളായി മാറും. അതുണ്ടാകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ശ്രദ്ധിച്ചേ, ഇനി ഒരു പ്രതിബദ്ധത ഉണ്ടാകണം. പ്രഭാഷകൻ എപ്പോഴും, പ്രസംഗത്തിന് എപ്പോഴും ഒരു പ്രതിബദ്ധതയുണ്ട്. എന്ത് ആശയങ്ങൾ കൺവേ ചെയ്യുന്ന വ്യക്തിക്കും ഒരു പ്രതിബദ്ധതയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. നാം ഉത്തരവാദിത്വം നിന്നുകൊണ്ടാണ് പറയുക. ഞാനിപ്പോൾ പഠിപ്പിക്കുക എന്ന് പറയുന്നത് എന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും ഇതിനു വേണ്ടി പകലും ഈ ദിവസങ്ങളൊക്കെ അതിന് പ്രിപ്പയർ ആകുകയും ഞാൻ നോട്ടുകൾ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്ത് അതിനുവേണ്ടി തയ്യാറാകുക എന്നുള്ള ഒരു വലിയ പ്രോസസ്സ് കഴിഞ്ഞാണ് നിങ്ങളുടെ മുമ്പിൽ ഇത് ഡെലിവറി ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം കൃത്യമായി നമുക്കൊരു പ്രതിബദ്ധത. എന്താ കാര്യം? ഈ കാര്യങ്ങളുടെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ കാര്യങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ പഠിക്കുന്ന ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും നന്നായി കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ, അവതരിപ്പിക്കാൻ നിങ്ങളെ സജ്ജരാക്കുക എന്ന ഒരു വലിയ കാര്യപരിപാടിയുടെ സംക്ഷിപ്തമാണെങ്കിൽ പോലും ക്രമീകൃതമായ ഒരു രീതിയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞു തരേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ എന്നോട് തന്നെ ഉത്തരവാദിത്വമുള്ള വ്യക്തിയായിട്ടും നിങ്ങളോടും ഉത്തരവാദിത്വമുള്ള വ്യക്തിയായിട്ടും തീരണം. എങ്കിൽ മാത്രമേ എൻ്റെ പഠനം, എൻ്റെ പഠിപ്പിക്കൽ, അധ്യാപനം എന്ന നിലയിൽ എനിക്ക് എന്നോട് തന്നെ നീതി പുലർത്താനും നിങ്ങളോട് അതിലുപരി നീതി പുലർത്താനും കഴിയുകയുള്ളൂ. അപ്പോൾ പ്രഭാഷകൻ പ്രതിബദ്ധതയുള്ള വ്യക്തിയാണ്. എന്താ പ്രതിബദ്ധത? നമുക്കാരോടും പ്രതിബദ്ധതയൊന്നുമില്ല. നമ്മൾ ഈ ലോകത്തിന്റെ ആളുകളൊന്നുമല്ല. നമ്മൾ വരും ലോകത്തിന്റെ ആളുകളാണ്. ഇനി വരാൻ പോകുന്ന ലോകത്തിന്റെ അന്തേവാസികളാണ്. നമുക്കിവിടെ നിലനിൽക്കുന്ന രാജ്യമില്ല, ഇവിടെ നിൽക്കുന്ന ആളുകളില്ല. അതുകൊണ്ട് തന്നെ എന്റെ പ്രഭാഷണം എന്ന് പറയുന്നത് എന്റെ മുറിയുടെ ചുവരിലുള്ള, എന്റെ കുടുംബത്തിന്റെ ചുവരിൽ മാത്രം ഒതുങ്ങിയാൽ മതി, എന്റെ സഭയ്ക്കുള്ളിൽ മാത്രം ഒതുങ്ങിയാൽ മതി, എനിക്ക് അത്ര ഉത്തരവാദിത്വം ഉള്ളൂ എന്ന് ചിന്തിക്കാതെ നമ്മുടെ ധാർമ്മിക ഉത്തരവാദിത്തമാണ് സഞ്ചരിക്കുന്ന ഓരോ പ്രഭാഷണങ്ങളായി നമ്മൾ മാറുക എന്നുള്ളത്. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. ആശയങ്ങൾ പ്രചരിപ്പിക്കുക മാത്രമല്ല, ആശയങ്ങൾ ജീവിതത്തിൽ പരാവർത്തനം ചെയ്യുന്നവരും പ്രഭാഷകരാണ്. നമ്മൾ പിന്നീട് ഇതിന്റെ വിശദാംശങ്ങൾ ഇതിന്റെ ഈ പ്രഭാഷകൻ അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ ഉത്തരവാദിത്വം പഠിക്കുമ്പോൾ അത് പഠിക്കും. എങ്കിലും ഞാൻ പറയുന്നു, നമ്മൾ മൗനമായി പ്രചരിപ്പിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ പാലിക്കുന്ന പല സന്ദേശങ്ങളും അല്ലെങ്കിൽ പല നിയമങ്ങളും, നമ്മുടെ വിശ്വാസ പ്രമാണം അനുസരിച്ചുള്ള നിയമങ്ങൾ പോലും സന്ദേശങ്ങളാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുക. ഇനി ശ്രദ്ധിച്ചേ, ഇനി മറ്റൊരു കാര്യം, യുക്തിപരമായ വാദങ്ങൾ അടങ്ങിയതാണ് പ്രഭാഷണം. നമ്മൾ ഒരാളെ വൈകാരികമായി ഉണർത്തുന്നതിനപ്പുറമായിട്ട് അവന്റെ ബുദ്ധിപരമായി, അവന്റെ യുക്തിപരമായി, അവന്റെ വിശ്വാസപരമായി, ആശയപരമായി അവനോട് തർക്കിക്കാനും വാദിക്കാനും തക്ക നിലയിലുള്ള ആശയങ്ങളെ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് യുക്തിയും ബുദ്ധിയും ഒക്കെ വളരെ അത്യാവശ്യമാണ്. നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യം, നമുക്ക് വേറൊന്നും വേണ്ട. തെറ്റല്ല കേട്ടോ, ഓരോരുത്തരെ പഠിപ്പിക്കലും വിശ്വാസവും അറിവും ഒക്കെയാണ്. അതുകൊണ്ട് നമുക്ക് പരിപൂർണമായി ആശ്രയിക്കേണ്ടത് പരിശുദ്ധാത്മാവിലാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ പറയാം എന്ന് നമ്മൾ പലപ്പോഴും വിശ്വസിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അത് ഒരു ശുശ്രൂഷയുടെ ഭാഗമായി മാത്രമേ അതിനെ പരിഗണിക്കാമൂ. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ഇടങ്ങളിലും നമ്മുടെ ചരക്കുകൾ ഇറക്കി വെക്കാറില്ല. നമുക്കറിയാം, ഒരു ചന്തയിൽ ചെന്നാൽ, മീൻ മാർക്കറ്റിൽ ചെന്നാൽ നമുക്ക് ഏത് ടൈപ്പിലുള്ള മീനാണ് കിട്ടുന്നത്, അല്ലേ? ഉണക്കമീൻ ഉൾപ്പെടെ ഉള്ളത് കിട്ടുമായിരിക്കാം. ഇനി ശ്രദ്ധിച്ചേ, പക്ഷേ മീറ്റ് മാർക്കറ്റിൽ ചെന്നാൽ കോഴി, ചിക്കൻ, മാട്, ആട്, പോത്ത്, കാള എന്നുകൊണ്ട് പശു, എരുമ, അങ്ങനെ മീറ്റുമായി ബന്ധപ്പെട്ടത് കിട്ടും. പച്ചക്കറി മാർക്കറ്റിൽ ചെന്നാൽ പച്ചക്കറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? പലപ്പോഴും നമ്മൾ എതിർപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മൾ പ്രഭാഷണത്തിന് വേണ്ടി ക്ഷണിക്കപ്പെടുന്ന സദസ്സും വേദികളും വിഷയങ്ങളും വളരെ പ്രസക്തമാണ്.
ഞാൻ പറഞ്ഞല്ലോ, എല്ലാ പ്രഭാഷണങ്ങൾക്കും എല്ലാ ആശയവിനിമയങ്ങൾക്കും ഒരു പ്രത്യേക വിഷയമുണ്ടാകും. എന്തിനേയും കുറിച്ച് പ്രസംഗിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ആശയങ്ങളുടെ പൊരുത്തക്കേടുകളില്ലാതെ, ആശയങ്ങൾ കൃത്യമായി അനുവാചകർ വായനക്കാരനാണ്. കേൾവിക്കാരുടെ മനസ്സിലേക്ക് കൃത്യമായി, അവരുടെ ചെവികളിലേക്ക്, ശ്രവണ ആ സീമയ്ക്കുള്ളിലേക്ക് ഇത് കൃത്യമായി ചെന്ന് പതിക്കുകയും ആ ശ്രവണം നിമിത്തം കൃത്യമായി അവർക്കൊരു ഉദ്ബോധനം ഉണ്ടാകുകയും അതുവഴി ഒരു വലിയ പരിവർത്തനത്തിന് മുഖാന്തരമാകുകയും ചെയ്യണം. അതുകൊണ്ട് തന്നെ യുക്തിയും ബുദ്ധിയും വാദങ്ങളും വാദപ്രതിവാദങ്ങളും ആശയങ്ങൾ സ്ഥാപിക്കലും തെറ്റുകളെ വിമർശിക്കലും പിന്നെ ശരികളെ സ്ഥാപിക്കലും, ഇങ്ങനെ ഒരുപാട് പ്രോസസ്സാണ് വാസ്തവത്തിൽ പ്രഭാഷണത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം നമുക്ക് അത്യാവശ്യമാണ്. നമ്മളെല്ലാം പറയും പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണമായ, അതൊക്കെ നല്ല കാര്യം, ഒരു കുഴപ്പമില്ല. ശുശ്രൂഷയുടെ വിശാലതയ്ക്കോ അതൊരു ഭാഗമായി മാത്രമേ കാണാവൂ. അതുകൊണ്ട് തന്നെ ഇതുമായി യാതൊരു ബന്ധമില്ലാത്ത ഒരുപാട് ചോദ്യങ്ങളുമായി നമ്മളെ സന്ധിക്കുന്നവരോട്, അവർക്ക് പോലും മനസ്സിലാകാത്ത അന്യഭാഷയോട് മാത്രം അരമണിക്കൂർ പറഞ്ഞ് എന്നാ മനസ്സിലാകാൻ? അതുകൊണ്ടാണ് പൗലോസ് കൃത്യമായിട്ട് പറഞ്ഞത്, പരിശുദ്ധാത്മാവിൽ അന്യഭാഷ പറയുന്നവർ എത്രയായിരിക്കണം, എങ്ങനെയായിരിക്കണം, എവിടെ പറയണം, എപ്പോൾ പറയണം, ഇതിന് വിശദീകരണം നൽകാൻ കാര്യം. നമ്മുടെ സഭകളിലുള്ള ഒരു വലിയ പ്രവണത, ഒരു പ്രവാചകൻ വന്ന് അല്ലെങ്കിൽ ഒരു പ്രഭാഷകൻ വന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തനിക്ക് ദൈവം കൊടുത്ത പ്രകാശനത്തിന്റെ വെളിച്ചത്തിൽ അവിടെ ഇരിക്കുന്ന ഏതൊരു വ്യക്തിയോടോ, ഒരുപക്ഷെ പേര് വിളിച്ചാകാം, കൈചൂണ്ടിയാകാം, അല്ലെങ്കിൽ പരസ്യമായിട്ടാകാം, താൻ ഒരു ദൂത് അല്ലെങ്കിൽ ഒരു സന്ദേശം, ഒരു പ്രവചനം, ഒരു വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തനിക്ക് ലഭിച്ച പ്രകാശനത്തിലൂടെ താൻ പറയുന്നത്, അല്ലെങ്കിൽ തന്റെ യുക്തിപരമായ അറിവിന്റെ അടിസ്ഥാനത്തിലാകാം, തന്റെ ബുദ്ധിപരമായ അറിവിന്റെ അടിസ്ഥാനത്തിലാകാം, അവിടെ കൂടിയ ജനത്തിന്റെ സാമൂഹ്യ പശ്ചാത്തലം അറിഞ്ഞാകാം, സാംസ്കാരിക നിലവാരം അറിഞ്ഞാകാം, അവന്റെ മനോനിലകൾ ഭൗതികമായ നിലവാരം അറിഞ്ഞാകാം, അവരുടെ അവസ്ഥകളെ അറിഞ്ഞാകാം, എന്തുമായിക്കൊള്ളട്ടെ, എങ്ങനെയും ആയിക്കൊള്ളട്ടെ, ഒരു വ്യക്തി പറയാൻ തുടങ്ങുമ്പോഴേ നമ്മുടെയൊക്കെ ഒരു സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, തുടങ്ങുമ്പോഴേ നമ്മൾ കൈയടിച്ച് ഒച്ചത്തി ബഹളം ഉണ്ടാക്കി ഈ പറയുന്ന ആരോടാണോ അവർക്കും കേൾക്കാൻ പറ്റത്തില്ല, നമുക്കിത് പറഞ്ഞ് ഒപ്പിക്കാൻ പറ്റും, അതുമില്ല, ആ ഒരു ബഹളം. ഇവരെല്ലാം ധാരണ ഇവര് കൈയടിക്കുക അന്യഭാഷ പറയുന്നതുകൊണ്ടാണ് ഈ പുള്ളി ഇത് മുഴുവൻ പറയുന്നുള്ളത്. അല്ലേ? ശരിയല്ലേ നീ പറഞ്ഞത്? നമ്മുടെ സഭയിൽ ഒരു പ്രവാചകൻ വരട്ടെ, അദ്ദേഹം ഒരു ദൂത് ഒരാളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ അടുത്ത് എന്ന് എന്ത് ചെയ്യുക, പിന്നെ ആ പുള്ളി പോയി കഴിയും, പുള്ളിയാ എന്നാ കൊച്ചിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നേ, അങ്ങനെയാണ് ശുശ്രൂഷിക്കേണ്ടത്. എന്നാ കാര്യം എന്നറിയാമോ? ഈ പുള്ളി സമ്മതിക്കത്തില്ല, ഈ ആളുകള്, പെണ്ണുങ്ങളെ മുഴുവൻ, സഹോദരന്മാരും മുഴുവൻ ആരും ആയിക്കൊള്ളട്ടെ, സഹോദരന്മാരും സഹോദരിമാരും കാണും, പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞ് ക്ഷമിക്കുക, സഹോദരന്മാരും സഹോദരിമാരും കാണും. ഇവര് തുടങ്ങുമ്പോൾ മുതൽ ഇദ്ദേഹം ഒരു 2 അന്യഭാഷ പറഞ്ഞു പോയാൽ പിന്നെ കൈയടിച്ച് ബഹളം ഉണ്ടാക്കി ഈ പറയുന്ന പുള്ളിക്ക് കാര്യങ്ങൾ അവസാനിപ്പിക്കാനോ, ആരോടാണോ പറയുന്നത് അവരോട് കേട്ടിട്ടൊന്ന് അനുസരിക്കാനോ അംഗീകരിക്കാനോ അത് ശരിയോ തെറ്റോ എന്ന് വിചിന്തനം ചെയ്യാൻ പോലും സമയം കൊടുക്കാതെ ഇവർ കണ്ട് ബഹളം ഉണ്ടാക്കുന്നത് നിമിത്തം എന്താ സംഭവിക്കുക? ഇവരെല്ലാം ധാരണ ഇവരിങ്ങനെ ഏലായിട്ട് കൊടുക്കുന്നതുകൊണ്ടോ, അല്ലെങ്കിൽ ഇവർ ഈ ബഹളം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഈ പുള്ളിക്ക് നേരിട്ട് ദൈവം കൊടുക്കുന്നതെന്ന് അല്ല. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പ്രഭാഷകൻ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നമ്മൾ പ്രസംഗിക്കണമെങ്കിൽ അതിന് പിന്നിൽ ഒരുപാട് സ്ട്രെയിൻ ഉണ്ടാകണം. എങ്ങനെ? പഠനത്തിനായിട്ട്, ധ്യാനത്തിനായിട്ട്, പിന്നെ പ്രാർത്ഥനയ്ക്കായിട്ട്, പിന്നെ ഒരുക്കത്തിനായിട്ട്, ഇങ്ങനെ അത് പഠിച്ചു വരും. ഇങ്ങനെ ഒരുപാട് സമയങ്ങൾ അതിനു വേണ്ടി എന്ത് ചെയ്യുക, സമയങ്ങൾ ചെലവഴിക്കും. ചില ആളുകൾ ചുമ്മാ ബ്ലണ്ടർ അടിക്കും. ഞാനിപ്പം വന്നപ്പോ എന്നോട് ആത്മാവ് സംസാരിച്ചു, ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഈ ഇങ്ങോട്ട് സംസാരിച്ച് ഇങ്ങോട്ട് വന്നപ്പോ സംസാരിക്കുന്ന ആളെങ്ങനെയാ? എബ്രായ പദങ്ങൾ, ഈ യവനായ പദങ്ങൾ, ഇതിന്റെ മൂലപദങ്ങളും ഗ്രീക്കും എല്ലാം വെളിപ്പെടുത്തി കൊടുക്കുകയാണെന്ന് എനിക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷേ ഇങ്ങനെയുള്ള ബ്ലണ്ടർ എല്ലാം പറഞ്ഞ് എന്ത് ചെയ്യുക, ആളുകളെ പറ്റിക്കുന്നത് ഇവിടെ ആളുകൾ കാണാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എന്നെക്കാട്ടിലും ശ്രേഷ്ഠരായ ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ എന്റെ ചുരുങ്ങിയ 2 വാക്കുണ്ട്. അപ്പൊ നമ്മളെക്കാട്ടിലും ശ്രേഷ്ഠർ ഇരിക്കുന്നത് കൊണ്ട് തന്നെയാണല്ലോ നമ്മളെ ശ്രേഷ്ഠർ എന്ന് പരിഗണിച്ച്, നമ്മുടെ ആശയത്തിന് ശ്രേഷ്ഠതയുണ്ടെന്ന് പരിഗണിച്ച് നമ്മളെന്ന വ്യക്തിക്ക് അംഗീകാരം നൽകി അവരുടെ മുമ്പിൽ 2 വാക്ക് പറയാനുള്ള ആർജവമുള്ള വ്യക്തിയാണെന്നും തന്റെ ഇടമുള്ള വ്യക്തിയാണെന്നും ഈ വ്യക്തിയെ സംഘാടകർ പരിഗണിച്ചുകൊണ്ടാണല്ലോ നമുക്ക് സമയം തന്നത്. പിന്നെ എന്നെക്കാട്ടും നമ്മളും അവരോടൊപ്പം തന്നെ ശ്രേഷ്ഠരാണ്. പോട്ടെ, ഞാനത് ഈ ഒരുക്കത്തിന്റെ കാര്യം പറയുമ്പോൾ അതൊക്കെ വിശദീകരിച്ച് പറയാം. ഞാൻ പറഞ്ഞ ഇത്രയും ഉള്ളു. ഇത് ഈ പറയാൻ കാര്യം, കൃത്യമായി നമ്മൾ ഒരു പ്രഭാഷണം നടത്തുമ്പോൾ വാദങ്ങളും പ്രതിവാദങ്ങളും തർക്കങ്ങളും വിതർക്കങ്ങളും ഒപ്പം തന്നെ
നമ്മൾ ആശയങ്ങളുടെ സ്ഥാപിക്കലും തിരസ്കരണങ്ങളും ഒക്കെ വർജനങ്ങളും ഒക്കെ പറഞ്ഞാണ് ഇത് പറയുക. അതിന് യുക്തിയും ബുദ്ധിയും എല്ലാം ഉപയോഗിക്കാം. ഇനി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ചാണ് നമ്മളതെല്ലാം ക്രിസ്തീയ പ്രഭാഷണങ്ങൾ ചെയ്യുന്നത്. അതവിടെ നിൽക്കട്ടെ. ഞാൻ ഈ പൊതു പ്രഭാഷണത്തിന്റെ കാര്യമാണ് പറഞ്ഞ് മുൻപോട്ട് പോകുന്നത്. ഇനി ശ്രദ്ധിച്ചേ, ഈ ആത്മീയ പ്രഭാഷണം ഈ ഫിലിപ്സ് ബ്രൂക്സ് എന്ന് പറയുന്ന വ്യക്തിയുടെ അഭിപ്രായത്തിൽ ഒരാൾ മറ്റൊരാളോട് സത്യത്തെക്കുറിച്ച് സംവദിക്കുന്നതാണ് വാസ്തവത്തിൽ ഈ പ്രഭാഷണം എന്ന് പറയുക. ഒരാൾ സത്യം സംസാരിക്കുന്നതാണ് പ്രഭാഷണം എന്ന് പറയുക. സത്യം പറയുക, അതാണ് വാസ്തവത്തിൽ പ്രഭാഷണം. എന്നാൽ ഒരാള് മറ്റൊരാളോട് പറയുന്ന സത്യത്തിന്റെ വിശദീകരണം, അതാണ് വാസ്തവത്തിൽ ഈ പ്രഭാഷണം. ഇനി ശ്രദ്ധിച്ചേ, നേരത്തെ നമ്മൾ ചിന്തിച്ചൊരു കാര്യം കൂടി ഞാൻ പറയാം ഇതിനോട് ബന്ധപ്പെട്ട്. ശബ്ദമാണ് വാസ്തവത്തിൽ വാക്കായിട്ട് മാറുന്നത്. വാക്കിന്റെ പിന്നിൽ മനസ്സും മനസ്സിന്റെ പിന്നിൽ പ്രാണനും ഉണ്ടെങ്കിലേ വാക്ക് വാസ്തവത്തിൽ യാഥാർത്ഥ്യമാകും. ഒന്നുകൂടി ഞാൻ പറയാം, ശബ്ദമാണ് വാക്കായിട്ട് മാറുന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന ശബ്ദമാണ് വാക്കുകളായി മാറുന്നത്. അതിന്റെ പിന്നിൽ ഒരു ഉറച്ച മനസ്സും മനസ്സിന് പിന്നിൽ ഒരു ജീവനും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പറയുന്ന വാക്ക് യാഥാർത്ഥ്യമാകുകയുള്ളൂ. വാക്മേ മാനസി പ്രതിഷ്ഠാദാത, അഥവാ വാക്ക് മനസ്സിൽ ഉറച്ചിരിക്കണം എന്നാണ് പ്രഭാഷണത്തെ സംബന്ധിച്ച് പറയുക. വാക്മേ മാനസി പ്രതിഷ്ഠിതാത എന്ന് പറഞ്ഞാൽ വാക്ക് മനസ്സിൽ ഉറച്ചിരിക്കണം. അപ്പം അല്പം കൂടി വിശദമായിട്ട് പറഞ്ഞാൽ മനോവേ വാജി പ്രതിഷ്ഠാദാത എന്ന് പറഞ്ഞാൽ മനസ്സിൽ വാക്കുറച്ചിരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ സത്യം പറയും എന്നതിന് പകരം പറയുന്നത് മുഴുവൻ സത്യമാകണം. ഇതാണ് വാസ്തവത്തിൽ പ്രഭാഷണത്തെ സംബന്ധിച്ചുള്ള ഭാരതീയ സങ്കല്പം, അഥവാ ഒരു പൊതു പ്രഭാഷണം എന്ന് പറഞ്ഞാൽ. അപ്പം വാസ്തവത്തിൽ ഈ നുണകളുടെ ശേഖരങ്ങൾ കൊണ്ടോ നുണകളെ പടച്ചുവിട്ട് അസത്യം കൊണ്ട് ഒരിക്കൽ പോലും അന്ധകാരത്തിൽ നമ്മൾ മാളിക പണിത് ആരെയും പാർപ്പിക്കാൻ, അത് ആശയപരമാകട്ടെ ബുദ്ധിപരമാകട്ടെ എന്ത് തന്നെയും ആരെയും അത്തരത്തിലുള്ള ഒരു കീഴ്വഴക്കങ്ങൾ കൊണ്ട് നമുക്ക് ആരെയും ഈ വെളിച്ചത്തിലേക്ക് നയിക്കാൻ കഴിയില്ല. അന്ധകാരത്തിൽ മാളിക പണിതാൽ നമുക്കറിയാം, വെളിച്ചമെന്ന് സത്യം വരുമ്പോൾ അത് മാഞ്ഞു പോകും. വെള്ളത്തിൽ വരച്ചു കഴിഞ്ഞാൽ അതിന് നിലനിൽപ്പില്ല. അതുകൊണ്ട് തന്നെ പറയുന്നത് സത്യമായി മാറുക, പറയുന്നത് സത്യമേ പറയാവൂ. അത്തരത്തിലുള്ള പ്രഭാഷണങ്ങൾക്കാണ് ഈ ഈ ഒരു 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 ക്രിയാത്മകതയുള്ളത്, അല്ലെങ്കിൽ പുതുജനനം, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ രൂപാന്തരത്തിലേക്ക് നയിക്കാൻ കഴിയുള്ളൂ. ഇനി ശ്രദ്ധിച്ചേ, പ്രഭാഷണങ്ങളിൽ ക്രിസ്തുവിന്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ക്രിസ്തുവിന്റെ പ്രഭാഷണം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തന്റെ പ്രഭാഷണങ്ങളിൽ ഒരിക്കൽ പോലും പ്രഭാഷണം നടത്തിയ ശേഷം ഞാൻ അങ്ങനെ പറഞ്ഞത് തെറ്റിപ്പോയി എന്ന് പറഞ്ഞ ഒരു ചരിത്രം ക്രിസ്തുവിനില്ല. ഉണ്ടോ? ഇല്ല. ഇനി മറ്റൊരു കാര്യം, ഞാൻ ഈ പറയുന്ന വിഷയം ഇങ്ങനെയാകാൻ സാധ്യതയുണ്ട്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ് എന്ന് താൻ പ്രസംഗിക്കുമ്പോൾ, പറഞ്ഞു ബോധ്യപ്പെടുത്തുമ്പോൾ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ആയേക്കാം എന്നാണ്. അല്ല, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു അല്ലെങ്കിൽ മുന്തിരിയാകുന്നു എന്ന് പറയുമ്പോൾ മുന്തിരിയാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതല്ല. അപ്പോൾ ഒരു പ്രഭാഷകന് ചിലപ്പോൾ അങ്ങനെയാകാം. നിങ്ങൾക്ക് ഇങ്ങനെ വിശ്വസിക്കാം കേട്ടോ, ഞാനിത് എങ്ങനെ വിശ്വസിക്കുന്നതല്ല, ഞാനിതാ വിശ്വസിക്കുന്നത്, ഇതാണ് ശരി, ഇത് തന്നെയാണ് ശരി, നിങ്ങളും ഈ ശരിയെ അറിയണം, അതിനുള്ള ഒരു വലിയ വലിയ ഉദ്ബോധനമാണ് ഞാൻ നൽകുന്നതെന്ന് വ്യംഗ്യാർത്ഥം അവർ തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പ്രഭാഷണങ്ങളിൽ ഉറപ്പില്ലാത്തത് പറയാൻ പാടില്ല. ഒന്ന്. രണ്ടാമത്, സാധ്യതയെന്ന് ഉണ്ടെന്ന് പറയാൻ പാടില്ല. നമുക്കുറപ്പുള്ളതും ശരിയാണതും കണ്ടുപിടിച്ച് വേണം നമ്മൾ കൃത്യമായി അവതരിപ്പിക്കുവാൻ. അപ്പോൾ മറ്റുള്ളവരുടെ സത്യങ്ങളുടെ പ്രതിപാദനമാണ് വാസ്തവത്തിൽ ഈ ക്രിസ്തീയ പ്രസംഗങ്ങൾ എന്ന് പറയുക. ഇനി ശ്രദ്ധിച്ചേ, ഈ പ്രസംഗത്തിന്റെ ശ്രോതാക്കളെ സംബന്ധിച്ച് വലിയ ഒരു ദൈവ സാന്നിധ്യമൊക്കെ വലിയ ഘടകം തന്നെയാണ്. നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ അതൊക്കെ ചിന്തിക്കാം. നമ്മൾ ഒരു പ്രഭാഷകൻ പ്രസംഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാളുടെ ഈ എങ്ങനെയാണ് ഇതിനെ സ്വീകരിക്കാൻ കഴിയുക എന്നുള്ളത്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ അടുത്ത ക്ലാസ്സിൽ അതിന്റെ ഈ ഒന്നുകൂടെ പദങ്ങളുടെ വിശദീകരണം കൂടി പറഞ്ഞ് നമുക്ക് അടുത്ത ക്ലാസ് തുടങ്ങാം. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ഒരു ആമുഖമാണ് ഞാൻ പറഞ്ഞു വന്നത്. നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പ്രഭാഷണം എന്ന് പറയുന്നത് ഒരു കലയാണ്, നിത്യ അഭ്യാസം കൊണ്ട് നേടാൻ കഴിയുന്ന ഒന്നാണ്. ഇനി ശ്രദ്ധിച്ചേ, ഈ സർഗാത്മകത എന്ന് പറഞ്ഞാൽ കഥ, കവിത എഴുതുക, നോവൽ എഴുതുക,
പിന്നെ ഇതൊക്കെ സർഗാത്മകത, പാട്ടുപാട്, ഇതെല്ലാം ഇൻബോൺ ടാലന്റാണ്. എന്നാൽ പ്രഭാഷണം എന്ന് പറയുന്നത്, ഒരു പ്രഭാഷകൻ എന്ന് ആയിത്തീരുക, പ്രഭാഷണ കല എന്ന് പറയുന്നത് നിത്യമായ അഭ്യാസനത്തിലൂടെ നിരന്തരമായ വായനയിലൂടെ നിരന്തരമായ ആശയവിനിമയങ്ങളിലൂടെ ആരോടെങ്കിലും പങ്കുവയ്ക്കാൻ കഴിയും. ഒന്നുമില്ലെങ്കിൽ നമ്മൾ നിലക്കനാട് മുമ്പിൽ നിന്ന് ഒറ്റയ്ക്കാണെങ്കിലും പ്രസംഗിച്ച് നമ്മൾ ആശയവിനിമയം നടത്തുന്നതിലൂടെ, ഒന്നുകൂടി ഞാൻ പറയാം, ഈ പ്രഭാഷകനായി തീരുക എന്ന് പറയുന്നത്, ഒരു നല്ല പ്രഭാഷകനായി തീരുക എന്ന് പറയുന്നതിന് ഒരു വലിയ സമർപ്പണം ഉണ്ടാകണം. ഒരു വലിയ ആ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു നല്ല പ്രഭാഷകൻ എന്ത് എത്ര ഗുണം ഉണ്ടാകണം? 6 കാര്യമാണ് പെട്ടെന്ന് പറയാനുള്ളത്. 1, അത് വിശദീകരണം അടുത്ത പ്രാവശ്യം പറയാം. ആത്മാർത്ഥത ഉണ്ടാകണം. 2, അറിവുണ്ടാകണം. 3, ആത്മവിശ്വാസം ഉണ്ടാകണം. 4, ആദർശ ധീരത ഉണ്ടാകണം. പിന്നെ അടുത്തത് വാക്ചാതുര്യം ഉണ്ടാകണം. അടുത്തത് പരിശ്രമശീലം ഉണ്ടാകണം. ഇത്യാദി ഗുണങ്ങളുള്ളതാണ് വാസ്തവത്തിൽ ഈ 6 കാര്യങ്ങളാണ് ഒരു പ്രഭാഷകന് വേണ്ടത്. ഇത് വിശദീകരിച്ച് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ നമ്മള് ഈ കല ഇത് പഠിക്കുന്നതിലൂടെ, ഈ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതിലൂടെ കൃത്യമായി സിസ്റ്റമാറ്റിക്കായി ഒരു നല്ല പ്രഭാഷകയായി തീരാൻ കഴിയുക എന്നുള്ളത് എങ്ങനെയായിരിക്കണം എന്നാണ് കൃത്യമായി മനസ്സിലാക്കേണ്ടത്. വാക്കുകളുടെ ശക്തിയാണ് വാസ്തവത്തിൽ പ്രഭാഷണങ്ങളുടെ ഉൾക്കരുത്ത് എന്ന് പറയുക. ആയുധം പോലെ മൂർച്ചയേറിയ വാക്കുകൾ ചാട്ടുളി പോലെ ഒരാളുടെ ഹൃദയത്തിലേക്ക് ആഞ്ഞു പതിപ്പിക്കത്തക്ക നിലയിൽ ഈ വാഗ്വൈഭവം ഉള്ളവനാണ് നല്ല ഒരു പ്രഭാഷകനായി തീരുക. ഈ ക്ലാസ് ഒത്തിരി വിശദീകരിച്ച് പോകാൻ സമയമില്ല, എങ്കിലും ഈ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് ഒരു നല്ല പ്രഭാഷകയായി തീരാൻ എങ്ങനെ കഴിയും എന്ന് നമുക്ക് ചിന്തിക്കാം. ഈ സഹോദരന്മാർക്ക് മാത്രമല്ല, ഇപ്പോൾ കൺവെൻഷൻ വേദികളിലും മറ്റെല്ലാ മീറ്റിങ്ങുകൾക്കും സഹോദരന്മാർക്കും നല്ല ഡിമാൻഡാണ്. അതുകൊണ്ട് നിങ്ങൾ നല്ലൊരു പ്രഭാഷകരായി മാറണം. അതിന് ഈ പഠനം നിങ്ങളെ സഹായിക്കും. ഈ നല്ല പ്രഭാഷകരായിട്ടുള്ള ധാരാളം ആളുകൾ ഇതിനകത്തുണ്ട്, പ്രസംഗിക്കുന്നവരും ശുശ്രൂഷിക്കുന്നവരൊക്കെ ഉണ്ട്. അവരെ ഞാൻ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. അത് വലിയ പദവിയാണ്. ഇത് വചനം പങ്കുവയ്ക്കാൻ ലഭിക്കുന്നത് എന്ന് പറഞ്ഞ ഒരു വലിയ പദവിയാണ്. അവർക്ക് അവരുടെ ഉപയോഗിക്കുന്ന ആയുധത്തെ ഒന്നുകൂടി രാഗി മിനുക്കി, ഒന്നുകൂടി ഒരു നല്ല ഉറയുണ്ടാക്കി അത് സൂക്ഷിക്കാനും നന്നായി തേച്ച് മിനുക്കി ഉപയോഗിക്കാനും കഴിയത്തക്ക നിലയിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ പഠനം പോകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ആരാ പ്രാർത്ഥിക്കുന്നേ? ഇതിനകത്ത് പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ള ആരാ ഉള്ളത്? പ്രാർത്ഥിക്കാം ആരെങ്കിലും. ലൂസി പി മാത്യു പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവെ, കർത്താവെ ഞങ്ങളെ പഠിപ്പിക്കുവാൻ തക്കോണം ദൈവം ബലപ്പെടുത്തിയതിനായി സ്തോത്രം. നല്ല ഒരു പ്രഭാഷകനായി കർത്താവെ സ്തോത്രം ഞങ്ങൾ ഓരോരുത്തരും ആകുവാൻ തക്കോണം എപ്രകാരം ഞങ്ങൾക്കൊരു നല്ല പ്രാസംഗികനാകുവാൻ കഴിയും, എന്താണ് പ്രസംഗത്തിന്റെ നിർവചനം, ഇതെല്ലാം ഇന്ന് വ്യക്തമായി ഞങ്ങളുടെ ദാസനിൽ നിന്ന് കേൾക്കുവാൻ തക്കോണം ഇടയായല്ലോ. കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരും കർത്താവെ അങ്ങയെക്കുറിച്ച് പറയുവാൻ തക്കോണം ക്രിസ്തുവിന്റെ സദ്വർത്തമാനം ഘോഷിക്കുന്നവരായി, കർത്താവെ ഞങ്ങളുടെ നാമത്തിന് വേണ്ടി ശക്തമായ രീതിയിൽ നിൽക്കുന്നവരായി ഞങ്ങളെ ഓരോരുത്തരെയും തീർക്കണമേ. കർത്താവെ, പഠിപ്പിച്ച ഞങ്ങളുടെ വിലപ്പെട്ട ദാസനെ ഒരിക്കൽ കൂടി അങ്ങോട്ട് കരങ്ങളിലേക്ക് തരുന്നു. കർത്താവെ, ഹല്ലേലൂയ. ഞങ്ങളുടെ ലാലു പാസ്റ്ററിനായ സ്തോത്രം, ഷാജി പാസ്റ്ററിനായ സ്തോത്രം, ഞങ്ങളെ പഠിപ്പിക്കുന്ന എല്ലാ പാസ്റ്റേഴ്സിനായ സ്തോത്രം. കർത്താവെ, ഞങ്ങൾ പഠിച്ച ഞങ്ങളുടെ ഓരോരുത്തരെയും ഞങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. അപ്പ തുടർന്ന് ഞങ്ങളെ പഠിക്കുവാൻ തക്കണം, അങ്ങയുടെ വചനം പഠിക്കുവാൻ തക്കണം ഞങ്ങൾക്ക് കൃപ തരണമേ. കർത്താവെ, ഞാൻ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. പ്രത്യേകമായ അഭിഷേകത്തിന്റെ ശക്തി ഞങ്ങളുടെ മേൽ പകരണമേ. കർത്താവെ, ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും ഞങ്ങൾ ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു പാസ്റ്റർ. ഇങ്ങോട്ട് ചെയ്ത് പറഞ്ഞാട്ടെ. കേട്ടില്ല. ആചാരം പറയാം. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനാം ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിക്കുകയും വളർത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗം സഹവാസം നാം എല്ലാവരോടും പ്രാർത്ഥന ഓർത്ത സകല കാര്യത്തിന്മേലും ഇപ്പോഴും എപ്പോഴും ഉണ്ടാകട്ടെ. ആമേൻ. മറ്റു പല നടക്കുന്നുണ്ട്. നാളെ കുറവാണെങ്കിലും കയറി എല്ലാവർക്കും നന്ദി പറയുന്നു. പിന്നെ നാളെ ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ള കാര്യം കൂടി അറിയിച്ചു. നമ്മെ രാവിലെ ഞാൻ താങ്ക് യു.